ഹിമാലയം മുതൽ ഇന്ദു മഹാസാഗരം വരെ വ്യാപിച്ചു കിടക്കുന്ന ദേവനിർമ്മിതമായ ദേശം ഹിന്ദുസ്ഥാനം. ദശാവതാരങ്ങളുടെ കർമ്മഭൂമി. ഇതു വിശ്വശാന്തിയുടെ പ്രണവം വിരിഞ്ഞ ആർഷഭൂമി. ആർഷഭാരത പൈതൃകത്തിലെ ഷോഡശ സംസ്കാരങ്ങളെ അടുത്തറിയാൻ ചിറക്കടവ് സത്സംഗ സംസ്കൃതിയുടെ ഏകദിന ശില്പശാല. ഗർഭാധാനം, പുംസവനം, സീമന്തോന്നയനം, ജാതകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകർമ്മം, ഉപനയനം, വേദാരംഭം, സമാവർത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം, അന്ത്യേഷ്ടി എന്നീ 16 സംസ്കാരങ്ങളിലൂടെ ഒരു തീർത്ഥാടനം. ശ്രീ ശ്രീനാഥ് നന്മണ്ട നയിക്കുന്ന ഏകദിന ശില്പശാല പുനർജനി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദര നമസ്തേ. എല്ലാവർക്കും പ്രണാമം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരിത്രം അവകാശപ്പെടാനുള്ള സംസ്കാരമാണ് നമ്മളെ സംസ്കാരം, ഭാരത സംസ്കാരം. അനാദികാലത്ത് എവിടെയാണ് ഭാരത സംസ്കാരം തുടങ്ങിയിട്ടുള്ളത്, എവിടെയാണെന്ന് അറിയില്ല. ആരാണ് ഇത് തുടങ്ങിയതെന്ന് അറിയില്ല. എവിടേക്കോ വെച്ച് ആരിലൂടെയൊക്കെയോ പരിപോഷിപ്പിക്കപ്പെട്ട് ഇന്ന് നമ്മൾ എത്തി നിൽക്കണം. പേരെടുത്ത് പറയാൻ നമ്മൾക്ക് ഏറ്റവും പിന്നിൽ ഒരു വ്യാസനെ മാത്രമേ ഓർമ്മയുള്ളൂ. അതിനു മുമ്പും അനവധി വ്യാസന്മാരിട്ടുണ്ടായിട്ടുണ്ട്. ഈ ഒരു വലിയ സംസ്കാരത്തെ നമുക്ക് തന്നതിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നയാൾ വ്യാസ ഭഗവാനാണ്. ഈ ഒരു സംസ്കാരത്തിൻ്റെ പേരിൽ നമുക്ക് വ്യാസ ഭഗവാന് ഈ ഒരു ആർഷഭാരത സങ്കല്പം തന്നിട്ടുള്ള അദ്ദേഹത്തിന് നമ്മുടെ പ്രണാമങ്ങൾ അർപ്പിക്കാം. അതുപോലെ അനന്തകോടി ഋഷീശ്വരന്മാർ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. അവരാണ് ഈ ഒരു നല്ല സംസ്കാരം നമ്മൾക്ക് തന്നിട്ടുള്ളത്. ആ മുഴുവൻ ഋഷി പരമ്പരകളെയും സന്യാസിമാരെയും നമ്മൾക്ക് മനസ്സുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമസ്കരിക്കാം. ഈ ഭാരതത്തിൽ നമ്മൾ ജനിക്കാൻ കാരണമായ ഏറ്റവും മഹത്തുക്കളായിട്ടുള്ള നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമ്മൾക്ക് മനസ്സുകൊണ്ട് പ്രണമിക്കാം. ഇവിടെ 16 സംസ്കാരങ്ങളെ കുറിച്ചാണ് ഈ എല്ലാ ഋഷീശ്വരന്മാരും ഗൃഹ്യസൂത്രങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ സംസ്കാരമാണ് ഗർഭാധാന സംസ്കാരം. എന്താണ് ഗർഭാധാന സംസ്കാരം? ഒരു ഗർഭത്തെ ദാനം ചെയ്യുക ഏറ്റവും നല്ല മഹത്തായ സംസ്കാരമാണ്. ഒരു ഗർഭത്തെ ദാനം ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലെ ചിന്ത എന്താണോ ആ ചിന്തയാണ് കുട്ടിയായിട്ട് മാറുക. കുട്ടിയുടെ സ്വഭാവം ആവണത്, ജീവിതം, ഒരു കുട്ടി എന്തൊക്കെയാവണമെന്ന് മുഴുവൻ തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ചിന്തകളാണ്. ഒരു ചെറിയ ദൃഷ്ടാന്തം ചർച്ച ചെയ്തിട്ട് ആ ദൃഷ്ടാന്തത്തെ ഒരു കേന്ദ്രമാക്കിയിട്ട് നമ്മളുടെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. വളരെ മുമ്പ് കുരുവംശം എന്ന് പറയുന്ന ഒരു വംശം ഉണ്ടായിരുന്നു. കുരുവംശത്തിൽ സത്യവതി എന്ന പേരുള്ള ഒരാളുണ്ടായിരുന്നു. സത്യവതി 3 കുട്ടികളെ വളർത്തിയിരുന്നു. മാതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് വളർത്തിയിരുന്നു. ആരൊക്കെയായിരുന്നു? അംബ, അംബിക, അംബാലിക. ഇവരൊക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയി. പുതിയ കുട്ടികൾ വേണ്ടേ, രാജ്യം ഭരിക്കണേ, കുട്ടികൾ വേണം. അങ്ങനെ ഒരു ദിവസം ഈ സത്യവതി ഈ 3 കുട്ടികളെയും കൂടി മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ടായി. എന്നിട്ട് മക്കളോട് ചോദിച്ചു, അല്ല ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? പോരാ, നമുക്കൊക്കെ കുട്ടികൾ വേണ്ടേ? കുട്ടികൾ വേണ്ടേന്ന് ചോദിച്ചു. ആ കുട്ടികൾ വേണം. അത് കേൾക്കുമ്പോഴേക്കും അമ്പേൻ്റെയും അംബികേൻ്റെയും അംബാലികൻ്റെയൊക്കെ മനസ്സിൽ ഓരോ ലഡു പൊട്ടി. വലിയ ലഡു പൊട്ടി. ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ആവാമെന്നൊക്കെ തീരുമാനമായി. അങ്ങനെ അപ്പോൾ പറഞ്ഞു, അടുത്ത 40 ദിവസം കഴിഞ്ഞാൽ ഞാനൊരാളെ വിളിച്ചിട്ടുണ്ട്. വ്യാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഗർഭാധാനം തരാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ തയ്യാറായി ഇരിക്കണം. അപ്പം നമ്മൾക്ക് സംശയമായി, ഇത് തലേന്ന് രാവിലെ പറഞ്ഞാൽ പോരെ നാളെ വ്യാസം വരുന്നുണ്ടെന്ന്?
എന്തിനു വേണ്ടിയിട്ടാണ് 40 ദിവസം മുന്നേ പറഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതേ, ഒരു ഗർഭത്തെ ദാനം ചെയ്യണമെങ്കിൽ അവിടെ പല ഘടകങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണമാണ് അടുത്ത 6 മണിക്കൂർ എൻ്റെ മനസ്സായി മാറുന്നത്. ഞാനിന്ന് രാവിലെ കണ്ണൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന് 3 ദോശയും ഒരു ചമ്മന്തിയും കഴിച്ചിട്ടുണ്ട്. ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നല്ല രസമുള്ളൊരു ചമ്മന്തി അമ്മ രാവിലെ തന്നെ ഉണ്ടായി. ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലെ ചിന്ത എന്താണോ ആ ചിന്തയാണ് അടുത്ത 6 മണിക്കൂർ എൻ്റെ മനസ്സിലുണ്ടാവുക. എൻ്റെ മാനസികാവസ്ഥ, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തുള്ള മനസ്സ്. അപ്പോൾ ഒരു അമ്മ വളരെ ടെൻഷനോടുകൂടി ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ ആ ഭർത്താവിൻ്റെ മക്കളെ മനസ്സ് പ്രശ്നമായിരിക്കും. ആദ്യം കയറുന്ന ബസ്സിലെ കണ്ടക്ടർ മുതൽ അവസാനം ഇറങ്ങുന്ന ഓട്ടോറിക്ഷയിലെ ഡ്രൈവർ വരെ കഴുത്തിന് പിടിച്ചിട്ടേ ഭർത്താവ് വീട്ടിലെത്തും. കാരണം എന്താ? രാവിലെ അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ, ആ സമയത്ത് അമ്മ എന്താ പറഞ്ഞത്? അപ്പോൾ ഓർമ്മിച്ച് നോക്കി. അപ്പോഴെന്താ പറഞ്ഞത്? ഈശ്വര, എത്ര നല്ല ആലോചന വന്നതാ, എന്നാൽ ഈ പണ്ടാരക്കാലിൻ്റെ കൂടെയാണല്ലോ ഭഗവാനെ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് രാവിലെ ദോശ ഇട്ടത്. 1ാമത്തെ ദോശ അതാ. ആ ദോശയാണ് ഭർത്താവ് കഴിച്ചത്. എങ്ങനെ ഉണ്ടാവും മാനസികാവസ്ഥ? ഉണ്ടാവില്ലേ? അപ്പം ആ ഭക്ഷണം ഇത് വലിയൊരു സയൻസാട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തുള്ള മാനസികാവസ്ഥ കഴിക്കുന്ന ആളെ സ്വാധീനിക്കണ്ടേ. എനിക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എൻ്റെ ക്ലിനിക്കിൽ ഒരിക്കലും ഒരു കേസ് വന്നു. ഭർത്താവ് ഭയങ്കര കള്ളുടിയനാണ്, എന്തായിട്ടും മാറണില്ല. ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിച്ച് ഭയങ്കര അഹങ്കാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഏത് കേസ് വന്നാലും കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ഈ ഭർത്താവിൻ്റെ കള്ളുടി മാറുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം കള്ളുടി തുടങ്ങുമോ എന്ന് വരെയുള്ള സംശയം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു ടെൻഡൻസി എനിക്കും ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇപ്പം എന്താ സംഭവിക്കണത്? ഈ ഭർത്താവ് കള്ള് കുടിച്ച് ഒരു സെമി കച്ചറക്കാരനായിട്ടാണ് വീട്ടിലേക്ക് വരിക. ഈ ഭർത്താവിനെ കാണുമ്പോഴേക്ക് ഭാര്യേൻ്റെ ചെറുവിരലിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ കയറി വരുന്ന എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് അങ്ങനെ പുലഭ്യം തെറി പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഈ തെറിയില്ലേ ഭക്ഷണം കഴിച്ചാലോ ഭർത്താവ് ഈ സെമി കച്ചറക്കാരൻ എന്താവും? ഫുൾ കച്ചറക്കാരനും. ചേച്ചിക്ക് 4 തല്ല് കിട്ടിയിട്ടേ കടന്നുറങ്ങുന്നായി. അപ്പം ഞാൻ ചേച്ചിക്ക് ഒരു ഉപദേശം കൊടുത്ത് ചേച്ചിയോട്, ചേച്ചി ഒരു കാര്യം ചെയ്യൂ, ഭർത്താവ് ഇങ്ങനെ നടന്നു വരുന്ന ദൂരത്തുനിന്ന് കണ്ടാലേ ഉടനെ ഒരു കവിള് വെള്ളം വായിൽ അങ്ങോട്ട് വെക്കുക. എന്നിട്ടോ ഭർത്താവ് ഉറങ്ങിയിട്ടേ തുപ്പാൻ പാടുള്ളൂ എന്നാ. 99% പരിഹരിക്കപ്പെടും കേട്ടോ. ഇങ്ങനെ ഭാര്യമാർ ചെയ്താൽ ഭർത്താവിനെ കാണുമ്പോഴേക്ക് ഒരു കവിള് വെള്ളം വായിൽ അങ്ങോട്ട് വെക്കുക. ഭർത്താവ് ഉറങ്ങിയിട്ട് തുപ്പിയാൽ മതി, ഒരു കുഴപ്പം വീട്ടിലുണ്ടാവില്ല. എന്തോ ഒരു സമാധാനം ഉണ്ടാവുമെന്നറിയോ. അങ്ങനെ എന്നിട്ടോ അത് മാത്രം പോരാ, പിന്നെയോ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നാമം ജപിക്കുക. കേമായിട്ട് നല്ല സങ്കല്പം വെക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി സങ്കല്പമൊക്കെ വെക്കാൻ തുടങ്ങി. ഒരു 40 ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ ചേച്ചി ഞാൻ വേറൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് പോയാൽ ഓടി വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അതേ ഭർത്താവ് കള്ളൂടി മുഴുവൻ മാറ്റി ഏറ്റവും നല്ല വ്യക്തിയെന്ന് പറയണ്ടായി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ശക്തി എനിക്ക് മനസ്സിലായത്. ഭക്ഷണം പാകം ചെയ്യണ സമയത്തുള്ള ചിന്തകൾ വളരെ വലുതാണ്. ഇവിടുത്തെ അമ്മമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്നലെയാണോ മെന്നാന്നാണോ എന്നറിയില്ല, ഒരു പ്രഭാഷണം നടത്തിയ സമയത്ത് ഞാൻ ഈ വിഷയം പറയേണ്ടായി. അപ്പോൾ അമ്മമാരെല്ലാവരും കൂടി ഇങ്ങനെ വായ പൊത്തിച്ചിരിക്കാം. അപ്പം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരമ്മ എഴുന്നിട്ട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല. ഇതൊക്കെ ഞങ്ങളെ ഭർത്താക്കന്മാരോട് പറയണമെന്ന് പറയണ്ടായി. എന്നുവെച്ചാൽ അതെന്താ അങ്ങനെ? ഞങ്ങളെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കൽ ഭർത്താക്കന്മാരാണ്. ഇനി ഇവിടെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഭർത്താക്കന്മാരോടാണേ. നാളെ മുതൽ ഭാര്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സങ്കല്പം വയ്ക്കുക, അടുത്ത ജന്മമെങ്കിലും വരെയൊക്കെ നേരെ ആവണേ എന്ന് പ്രാർത്ഥിക്കാം. 2-3 ജന്മം കൊണ്ടൊക്കെ നേരെ ആയിക്കോളും. അങ്ങനെയൊക്കെ അനവധി ഉണ്ടായിട്ടുണ്ട്. അനവധി സ്ഥലത്ത് ഇങ്ങനെ 3-4 ജന്മം കൊണ്ടൊക്കെ നേരെയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഭക്ഷണം ഒരു വിഷയമാണ്. രാവിലത്തെ ഞാൻ കഴിച്ചെന്തായിരുന്നു? ദോശയും ചമ്മന്തി. ദോശയും ചമ്മന്തിയുടെയും മാനസികാവസ്ഥയാണ് ഞാനിവിടെ പ്രസംഗിക്കുന്നത്. അത് ഞാനല്ല. ആരാ സംസാരിക്കണത്? അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ എന്ത് കാണാൻ സാധിക്കണം? ഒരു 10-15 ദോശ ഇങ്ങനെ അട്ടിക്കിട്ട് ദോശ പ്രസംഗിക്കാൻ തോന്നണം. അതാണ് നമ്മളുടെ ഫീലിങ്ങിൻ്റെ തലം. അപ്പം ഞാൻ കഴിച്ച ഭക്ഷണം 6 മണിക്കൂർ എൻ്റെ മനസ്സായി മാറുമെന്ന് പറയാം. അത് കഴിഞ്ഞാലോ 4-ാമത്തെ ദിവസമാണ് അതിൻ്റെ മനസ്സായിട്ട് മാറുക. 6 മണിക്കൂർ ഫീലിംഗ് ആവും, 4-ാമത്തെ ദിവസം എൻ്റെ മാനസികാവസ്ഥയെ മാറും. അപ്പോൾ ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ 4 ദിവസം മുമ്പ് കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്വഭാവമാണ് എൻ്റെ സ്വഭാവം.
അപ്പം 4 ദിവസം മുന്നേ ഞാൻ എവിടെയാണ് ഉണ്ടായത്? ഞാൻ എറണാകുളത്തൊരു വീട്ടിലാണ് ഉണ്ടായത്. അവിടെ നിന്ന് കഴിച്ചത് എന്താ? രാവിലെ പുട്ടും പിന്നെ സാമ്പാറും ഒരു പുഴുങ്ങിയ പഴവും ഒരു പുഴുങ്ങാത്ത പഴവും. ഇതാണ് 4 ദിവസം മുന്നേ കഴിച്ചത്. അതാണ് ഇന്നത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഏകാദശി അനുഷ്ഠിക്കണത്. എന്തിനാ ഏകാദശി നിൽക്കണത്? മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും ദുർബലാകുക എന്നാണെന്നറിയോ? അമാവാസിക്ക, കറുത്തവാവിന് മനസ്സിന് ബലം ഉണ്ടാവില്ല. അപ്പം മനസ്സ് ഏറ്റവും ക്ഷീണിക്കും. അപ്പോൾ കറുത്തവാവിൻ്റെ അന്ന് മനസ്സിന് നല്ല ബലം ഉണ്ടാവണം. ഞാൻ എന്നത്തെ ഭക്ഷണം ശ്രദ്ധിക്കണം? 4 ദിവസം മുമ്പുള്ള ഭക്ഷണം ഞാൻ നിയന്ത്രിച്ചാൽ കറുത്തവാവിനിക്ക് നല്ല മനസ്സുണ്ടാവും. അപ്പോൾ കറുത്തവാവിൻ്റെ മുമ്പ് 4 ദിവസം മുമ്പ് ഏതാ? അതാണ് ഏകാദശി. ഏകാദശിക്ക് ഭക്ഷണം നിയന്ത്രിച്ചാൽ കറുത്തവാവിന് നല്ല ബലമുള്ള മനസ്സുണ്ടാവും. കറുത്തവാവിന് നല്ല ബലമുള്ള മനസ്സുണ്ടായാൽ ബാക്കിയുള്ള 365 ദിവസം നല്ല ബലമുള്ള മനസ്സുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ബലിയിടുന്ന സമയത്ത് തലേന്ന് ഒരിക്കലെടുക്കണം എന്നൊക്കെ പറയുന്നത്. കാരണം ബലിയിടുമ്പോൾ ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ തലേന്നത്തെ ഭക്ഷണം ശ്രദ്ധിക്കണം, ഫീലിംഗ് ശരിയായിരിക്കണം. ആ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാനാണ് വ്രതം അനുഷ്ഠിക്കാൻ പറയണത്. ഈ വിഷയം നമുക്ക് വീണ്ടും എടുക്കാനുണ്ട്, അപ്പോൾ ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കാം. അങ്ങനെ 4ാമത്തെ ദിവസം എൻ്റെ സ്വഭാവമായി മാറി. ഈ ഭക്ഷണമാണ് 34ാമത്തെ ദിവസം എൻ്റെ ചൈതന്യമായി മാറുക. എൻ്റെ ചൈതന്യമായി മാറും. അപ്പം ഇന്നത്തെ എൻ്റെ ചൈതന്യം എവിടെ നിന്ന് കിട്ടിയതാ? 34 ദിവസം മുമ്പുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. ഇന്നത്തെ ഞാനൊരു ഭക്ഷണം കഴിച്ചാൽ അത് 41ാമത്തെ ദിവസമാണ് എൻ്റെ ചൈതന്യമായിട്ട്, എൻ്റെ രേതസ്സായിട്ട് മാറുക. അപ്പം ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണമാണ് 41ാമത്തെ ദിവസം ഞാൻ ഗർഭാധാനം നടത്തിയാൽ എൻ്റെ കുട്ടീൻ്റെ സ്വഭാവമാവുക. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ദോശയും ചമ്മന്തിയും. അപ്പം 41ാം ദിവസം ഞാൻ ഗർഭാധാനം നടത്തി കുട്ടി ഉണ്ടായാൽ കുട്ടീൻ്റെ സ്വഭാവം എന്തായിരിക്കും? ദോശയും ചമ്മന്തിയും. ഞാനിന്ന് രാവിലെ കഴിച്ചത് മത്സ്യമാണെങ്കിൽ 41ാം ദിവസം രാവിലെ ഞാൻ ഗർഭാധാനം നടത്തിയിട്ടുണ്ടായ കുട്ടീൻ്റെ സ്വഭാവം എന്തായിരിക്കും? മത്സ്യത്തിൻ്റെ സ്വഭാവമായിരിക്കും. എന്താ മത്സ്യത്തിൻ്റെ സ്വഭാവം? ഏത് ചൂണ്ട കണ്ടാലും കയറി കൊത്തുക, അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകുന്ന പറയാം. ഞാനിന്ന് രാവിലെ കഴിച്ച പോത്തിനെയാണെങ്കിൽ 41ാം ദിവസം ഞാൻ ഗർഭാധാനം നടത്തി എനിക്കുണ്ടാവുന്ന കുട്ടീൻ്റെ സ്വഭാവം എന്തായിരിക്കും? പോത്തിൻ്റെ സ്വഭാവമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇന്ന് മുതൽ ഭക്ഷണം ശ്രദ്ധിക്കണം. വളരെ വലിയൊരു സയൻസാണത്. ഇന്ന് കുട്ടികളിൽ കാണുന്ന ഹൃദ്രോഗമാണെങ്കിൽ, അവർക്കുണ്ടാവുന്ന മാനസിക പ്രശ്നമാണെങ്കിൽ, ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ 41 ദിവസം ഭർത്താവും ഭാര്യയും കഴിക്കുന്ന ഭക്ഷണം, അവരുപയോഗിക്കുന്ന മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, സിഗരറ്റ് വലി, കഴിക്കണ ഇംഗ്ലീഷ് മരുന്നുകൾ, ഇതിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ഈ കുട്ടിക്ക് ഉണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഗർഭാധാനം നടത്തണം എന്നാരെയും വിചാരിക്കുകയാണെങ്കിൽ 40 ദിവസം മുന്നേ ഇതൊക്കെ നിർത്തണം. മദ്യപാനം ഒഴിവാക്കണം, സിഗരറ്റ് വലി ഒഴിവാക്കണം, മരുന്നുകൾ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കണം. ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ചിരിക്കണം. മുളപ്പിച്ച ഭക്ഷണങ്ങളൊക്കെ ധാരാളം കഴിക്കുക. അപ്പോൾ ഏറ്റവും നല്ല രേതസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 ഉപനിഷത്തുകളുണ്ട്. ഒന്ന് ഗർഭോപനിഷത്ത്. ഗർഭോപനിഷത്തിൽ മുഴുവൻ പറയണത് ഏത് തരത്തിലുള്ള കുട്ടീനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള നിയമമാണ്. അപ്പം നിങ്ങളോട് ധൈര്യമായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് കുട്ടീനെയാണ് വേണ്ടത്? ഡോക്ടറെ വേണോ, എൻജിനീയറെ വേണോ, വൈദ്യരെ വേണോ, കണക്കിൽ പ്രഗത്ഭനായ ആൾ വേണോ, ജ്യോത്സ്യനെ വേണോ, വേദത്തിൽ പ്രഗത്ഭനായ കുട്ടി വേണോ, ക്ഷത്രിയൻ വേണോ, ബ്രാഹ്മണൻ വേണോ, വൈശ്യൻ വേണോ? ഏത് തരത്തിലുള്ള കുട്ടിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കണം 41 ദിവസം. അതിവിടെ പ്രത്യേകം പറയേണ്ടത്. അതിനെക്കുറിച്ച് മാത്രമാണ് ഗർഭോപനിഷത്തിൽ പറയണത്. കഴിക്കണ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയിട്ട് കുട്ടീൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാം. എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞിട്ട് ചിന്തിച്ചാൽ പോരാ കുട്ടീനെ ഡോക്ടറാക്കണോ എഞ്ചിനീയർ ആക്കണമെന്ന്. ഇവിടെ തീരുമാനിക്കണം. അതിനെയാണ് ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുക. വീണ്ടും ചർച്ചയ്ക്ക് വയ്ക്കാം ഈ വിഷയം. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങനെ 41 ദിവസം വരെ ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ചു. മദ്യം ഒഴിവാക്കി, മയക്കുമരുന്നൊക്കെ ഒഴിവാക്കി, മുളപ്പിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചു. ഗർഭാശയ ശുദ്ധി വരുത്തണം ഇല്ലേ? ഗർഭാശയ ശുദ്ധി, നല്ല ഭക്ഷണം കഴിച്ചാൽ ഗർഭാശയത്തിന് നല്ല ശുദ്ധി ഉണ്ടാവും. നമ്മളെ ഗർഭപാത്രത്തെ ശുദ്ധിയാക്കുന്ന പ്രോസസ്സാണ് എന്ത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നില്ലേ ഇല്ലേ? 27 ദിവസം കൂടുമ്പോൾ സ്ത്രീകൾക്കൊക്കെ പീരീഡ്സ് ആവുന്നില്ലേ? അത് ഗർഭത്തെ ശുദ്ധിയാക്കാൻ വേണ്ടി ശരീരം കണ്ടെത്തുന്ന മാർഗ്ഗമാണ്. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം മാത്രം കഴിച്ചാൽ ഈ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ഈ പോളിനേഷ്യൻ ദ്വീപുകൾ എന്ന് പറഞ്ഞിട്ട് ദ്വീപുണ്ട്. ആ ദ്വീപിലുള്ള സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവാറില്ല. കാരണം അവർ ഏറ്റവും ശുദ്ധമായ പ്രാണിക് ഫുഡ്സ് മാത്രം,
പ്രാണോർജ്ജമുള്ള ഭക്ഷണങ്ങൾ, വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാറില്ല, വേവിക്കാത്ത ഭക്ഷണം മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് അവരെ ശരീരത്തിന് ശുദ്ധിയാക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാറില്ല. പ്രത്യേകിച്ച് പ്രകൃതി ജീവിതമൊക്കെ നയിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ കുറച്ച്, ഒരു ദിവസമൊക്കെ ഈ മെൻസ്ട്രേഷൻ പീരീഡ്സ് ഉണ്ടാവാറുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരും. ഇവിടെ ഒരു സൂചന മാത്രം നടത്താനേ സമയമുള്ളൂ. ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. നിങ്ങൾക്ക് എന്താണോ അതിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വിശദമായിട്ട് ഉത്തരം പറയും. ശരി, അങ്ങനെയല്ലേ നല്ലത്? ശരി. അപ്പോൾ അങ്ങനെ ശരീരത്തെ ശുദ്ധിയാക്കി വെക്കാനാണ് 41 ദിവസം മുന്നേ പറയേണ്ടത്. 40 ദിവസം കഴിഞ്ഞ് 41 ദിവസം രാവിലെ തന്നെ ഇവർ 3 ആളും കൂടി ഇങ്ങനെ ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിക്കുക, വ്യാസനിപ്പം വരും വിചാരിച്ചിട്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 3-3:15 സമയമായപ്പോൾ ഇയാളുണ്ട് ഇങ്ങനെ വരുന്നത്, വ്യാസൻ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സത്യം പറയട്ടെ, വ്യാസൻ എന്ന് കേട്ട സമയത്ത് അംബികയും വിചാരിച്ചത് ഏതാണ്ട് ഋത്തിക് റോഷൻ്റെ മാതിരിയുള്ള ഒരാളാണ്. ഇയാളെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കറത്തി ഒരു മനുഷ്യൻ, വളരെ പ്രായമായിട്ടുണ്ട്, നേരെ നടക്കാൻ പോലും വയ്യ, പിന്നെ നിറച്ച് താടിയും, പിന്നെ നിറച്ച താടി, വലിയ താടിയുണ്ട്, മുടിയുണ്ട്, ജടയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊന്നും പോരാത്തതിന് സോറിയാസിൻ്റെ അസുഖമുണ്ട്. നല്ല കറുത്ത മനുഷ്യനാണ്. വ്യാസനെയാണ് സത്യവതി ആദ്യമായിട്ട് കറുമ്പൻ എന്ന് വിളിക്കണത്. ഇയാളെ കണ്ടതോടുകൂടി നേരത്തെ പൊട്ടിയല്ലിടും ഏടെ പോയി എന്നറിയില്ല, ഒരു ഐഡിയ ഇല്ല. എന്താ ചെയ്യുക, ഇയാളിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര? അമ്മയ്ക്കാണെങ്കിൽ വാക്കും കൊടുത്തുപോയി. അങ്ങനെ അംബിക കണ്ണടച്ചുകൊണ്ട് ഗർഭത്തെ സ്വീകരിക്കും അല്ലേ? കണ്ണടച്ചിട്ട് എന്തിനാ വന്നത്, ഗർഭാധാനം നടത്തിപ്പോയിക്കോളൂ. അങ്ങനെ കണ്ണടച്ച് ഗർഭാധാനം നടത്തി വ്യാസം പോയി. അപ്പോൾ വ്യാസം പോയി. പിന്നെ രണ്ടാമത്തെ ആൾ അതുകൊണ്ട് തന്നെ കണ്ണടച്ചുകൊണ്ട് ഗർഭത്തെ സ്വീകരിച്ചുകൊണ്ടുണ്ടായ കുട്ടി. അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ചാൻസ് ആർക്കാ? അംബാലിക ആവട്ടെ, ഇയാളെ കണ്ടിട്ട് ആകെക്കൂടി വികാരമൊന്നുമില്ലാതെ, ഒരു വൈകാരികതയില്ലാതെ വെളറി വെളുത്ത മനസ്സോടുകൂടി ഗർഭത്തെ സ്വീകരിച്ചു. എന്തിനാ വന്നത്, ഗർഭാധാനം നടത്തിപ്പോയിക്കോളും. നടത്തിപ്പോയി. ഉണ്ടായ കുട്ടി വെളറി വെളുത്ത ശരീരത്തോടു കൂടി എന്ന അർത്ഥത്തിൽ ആരുണ്ടായി? പാണ്ഡുണ്ടായെന്ന് പറയാം. പക്ഷേ അമ്പയ്ക്ക് പകരം പോണത് ഒരു ദാസിയാണ്. ഈ ദാസി ആവട്ടെ വളരെ സന്തോഷത്തോടു കൂടി എനിക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണീരുകൊണ്ട് കാല് കഴുകി നോക്കിയാണ് പറയണത്. അപ്പോൾ പൈപ്പിൽ വെള്ളമില്ലായിരുന്നു ചോദിക്കരുത്. ഇതൊക്കെ ഞാൻ അതിൻ്റെ വികാരം ഒന്ന് വൈകാരികമായിട്ട് പറയാം ഇല്ലേ. അപ്പോൾ കണ്ണീരുകൊണ്ട് കാല് കഴുകാൻ ആരെങ്കിലും അത്രയും സന്തോഷം ഉണ്ടായിന്ന് മനസ്സിലാക്കേണ്ടത്. സന്തോഷം ഉണ്ടായിട്ട് ഗർഭാധാനം നടത്തിയെന്ന് പറയാം. ഗർഭത്തെ സ്വീകരിച്ചു. ഉണ്ടായ കുട്ടിയാരായി? വിതുരരുണ്ടായി. ഏറ്റവും മഹാഭാരതത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിതുരരാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം ഗർഭാധാനം നടത്തി വ്യാസൻ ഇങ്ങനെ വരുമ്പോഴും അലമാറിൻ്റെ പിന്നെ ആരൊക്കെയുണ്ട്? സത്യവതി നിൽക്കണില്ലേ? അപ്പോൾ ഇങ്ങോട്ട് വരെ വിളിക്കും. അപ്പോൾ എന്താ വയ്ക്കും? അല്ല അപ്പോൾ ഗർഭാധാനമൊക്കെ നടത്തിയില്ലേ? നടത്തി എങ്ങനെയുണ്ട്, എന്താ? ഒരു പ്രതീക്ഷയില്ല എന്നാ ആദ്യത്തെ 2 ഗർഭാധാനം നടത്തിയാലും പറഞ്ഞത്. പക്ഷെ 3ാമത്തെ ഗർഭാധാനം നടത്തി വരുന്ന സമയത്ത് വ്യാസൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ വീണ്ടും ജനിക്കാൻ പോകണു, ഞാൻ ഈ ശരീരമൊക്കെ ഉപേക്ഷിച്ചിട്ടേ ഞാൻ അയാളിൽ കൂടി ജനിക്കാൻ പോകാമെന്ന് പറയണ്ടായി. ബോധപൂർവമായ സൃഷ്ടിക്ക് മാത്രമേ ഏറ്റവും നല്ലൊരു തലമുറയെ ഉണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കൂ. ഇത് വിവേകാനന്ദൻ അംഗീകരിച്ചൊരു സത്യ. വിവേകാനന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ബോധപൂർവം മാത്രമേ സൃഷ്ടി നടത്താൻ പാടുള്ളൂ. ആ സമയത്തുള്ള മാനസികാവസ്ഥ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഗർഭാധാന സംസ്കാരത്തെ ഇത് വെറുതെ കഥ പറയുന്നല്ല. നമ്മളൊക്കെ സയൻസ് പഠിച്ച ആൾക്കാരല്ലേ? സയൻസിൽ പറയണ എന്താ പറയണത്? ഒരാൾക്ക് ഗർഭാധാനം എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? നമ്മളൊക്കെ എല്ലാവരുടെ ഉള്ളിലും DNA ഉണ്ട്. എല്ലാവർക്കും DNA ഉണ്ടോ? DNA ഇല്ലാത്ത ആൾക്കാരൊക്കെ ഒന്ന് കൈ വന്നിക്കോ. എല്ലാവർക്കും ഉണ്ട്. ഈ DNA RNA ആയി മാറും, RNA പ്രോട്ടീനായി മാറും, പ്രോട്ടീൻ എൻസൈമുകളുടെ സഹായത്തോടു കൂടിയാണ് ഗർഭപാത്രത്തിലേക്ക് ആരെ കൊണ്ടുപോകണത് ഇല്ലേ? ഈ ബീജത്തെ കൊണ്ടുപോകണത്. ഈ എൻസൈം ബീജത്തെ കൊണ്ടുപോകുന്ന സമയത്ത് എൻസൈം എങ്ങനെയാണ് ഉണ്ടാവുക? ഓരോ മാനസികാവസ്ഥ ഉണ്ടാകുമ്പോൾ ഓരോ എൻസൈം ഉണ്ടാവുക. നമുക്ക് പേടി ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും? അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഓരോരോ മാനസികാവസ്ഥയിൽ ഓരോരോ എൻസൈം ഉണ്ടാവുക ഇല്ലേ? അത് അഡ്രിനാലിൻ ഉണ്ടായില്ല എല്ലാവർക്കും? ഓർമ്മ ഉണ്ടോ ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓണപരീക്ഷ കഴിഞ്ഞ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണേ, അപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ ടീച്ചർ പേപ്പറായിട്ട് വരുന്നത്. ടീച്ചർ ഇങ്ങനെ കാണുമ്പോഴേക്കും ഉടനെ ഇങ്ങനെ അടിവയർന്നൊരു പൂക്കുറ്റി ഇങ്ങനെ കത്തു, ഒരു നൽച്ചക്കർ ഇങ്ങനെ കത്തു.
പിന്നെ അങ്ങനെ ഗുളു 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 ശബ്ദത്തോടു കൂടി സാധനം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരും. അതിങ്ങനെ തലയിലെത്തിയിട്ട് ഡീം എന്ന് പറഞ്ഞാൽ 16,000 നക്ഷത്രങ്ങളെ പുറത്തേക്ക് പോകും. അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ? ഇതിനെയാണ് എന്ത് പറയുക? അഡ്രിനാലിൻ എന്ന് പറയുക. ഓരോ മാനസികാവസ്ഥ പോലെ ഓരോന്നുണ്ടാവുന്നുണ്ട്. ഈ എൻസൈം ആണ് ഈ കോശത്തെ ഉണർത്തുക. അതിൻ്റെ അകത്തുള്ള ഡോമിനേറ്റ് ചെയ്യുക, അതിനെങ്ങനെ ഉണർത്തും. ആ ഉണർത്തുന്നതാണ് കുട്ടിയായിട്ട് മാറുക. അപ്പം നല്ല മാനസികാവസ്ഥയുള്ള സമയത്ത് വേണം ഗർഭാധാനം നടത്താനെന്ന് പറയാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗർഭാധാനത്തെ നമ്മൾ 8 തരത്തിലുള്ള വിവാഹങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ഗർഭാധാനം നടത്തുന്ന മാനസികാവസ്ഥേൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒന്ന് മനസ്സിരുത്തണേ. അതിൽ ഒന്നാമത്തെ വിവാഹത്തിൻ്റെ പേരാണ് ഭ്രാമ്യം. ഭ്രാമ്യം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഒരു പെൺകുട്ടിയുടെ ഒരു കുട്ടിയുണ്ട്, അയാളുടെ ഗുണം മാത്രം നോക്കിയിട്ട്, പെൺകുട്ടീൻ്റെ ഗുണനിലവാരം മാത്രം നോക്കിയിട്ട്, മഹത്വം മാത്രം നോക്കി കല്യാണം കഴിക്കാം. അതായത് ഒരാളെങ്ങനെ ആയിരിക്കും, ഈ പൊൻകുന്നത്തെ അവിടെ SNDP ഹാളില്ലേ, അവിടെ അടുത്തൊരു കുട്ടിയുണ്ട്. എന്നിട്ടോ ആ കുട്ടി ഭയങ്കര നല്ല കുട്ടിയാട്ടോ, എന്തൊരു നല്ല കുട്ടിയാണെന്നറിയോ, ഈ ശില്പശാലയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ശില്പശാലയൊക്കെ കേട്ട ആളാണ്. അങ്ങനെയാണോ? വളരെ വിശേഷമാണ്. എന്നാൽ അങ്ങനെ ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കല്യാണം, വേറെ ഒന്നും നോക്കണില്ല. ഈ കുട്ടിയുടെ മഹത്വം, ആ ഗുണം മാത്രം നോക്കി കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിച്ചുണ്ടാവുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ക്വാളിറ്റി എന്താണെന്നറിയോ? അവർ നിയമം നിർമ്മിക്കുന്നവരായിത്തീരുമെന്ന് പറയാം. ഒരു രാഷ്ട്രത്തിന് വേണ്ട നിയമമൊക്കെ നിർമ്മിച്ചു കൊടുക്കുക, അത്രയും ക്വാളിറ്റി ഉള്ളവരായിത്തീരുമെന്ന് പറയാം. അപ്പോൾ അതാണ് ഭ്രാമ്യം. അത് കഴിഞ്ഞാൽ ഭ്രാമ്യം കഴിഞ്ഞാൽ ദൈവത്തിലെന്താ? വലിയ വലിയ യാഗങ്ങളൊക്കെ കഴിഞ്ഞാൽ യാഗം നടത്തിയ ആൾക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കും. അതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, യാഗം നടത്തിയ ആൾക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കണത്. എവിടെയാ കണ്ട്? എവിടെയാ? സിനിമയൊന്നും കാണാറില്ല ആരും? വൈശാലി സിനിമ കണ്ടില്ലേ? 24 മണിക്കൂറും ശില്പശാലയും ഭാഗവതമായിട്ട് നടക്കുക. സിനിമയൊക്കെ കാണണ്ടേ? സിനിമയൊക്കെ കാണണം, കേമായിട്ട് കാണണം. അങ്ങനെ ആ കല്യാണത്തിനെയാണ് എന്ത് പറയുക? ദൈവം. അതിലുണ്ടാവുന്ന കുട്ടികളെ ക്വാളിറ്റി എന്താ? അവർ യാഗം ചെയ്യുന്നവരായിത്തീരും അല്ലേ? ഏറ്റവും ഉയർന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിത്തീരുമെന്ന് പറയാം. അതാണ് ഭ്രാമ്യം, ദൈവം. അടുത്ത വിവാഹമാണ് ആർഷം. നല്ലൊരു പയ്യനെ എവിടെയെങ്കിലും പോയി കണ്ടാൽ ഇങ്ങനെ പോകുമ്പോഴിങ്ങനെ ശില്പശാലയ്ക്ക് വന്നിരിക്കുമ്പോഴാണ് ഏറ്റവും ബാക്കിൽ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കണ്ടാൽ നല്ല യോഗ്യൻ, ശില്പശാലയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഈ വിവരമൊക്കെ ഉണ്ട്. അങ്ങനെ അയാൾ കേമനാണല്ലോ, അയാളെ കൂട്ടി മെല്ലെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഒരാൾ. എന്നിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ മോളുണ്ട്, മോളെ കന്യാദാനം കൊടുക്കും. അങ്ങനെ യോഗ്യനായ ആൾക്കാരെ കാണുന്ന സമയത്ത് കൂട്ടിക്കൊണ്ട് കന്യാദാനം കൊടുക്കുന്നതിനാണ്. അത് വളരെ വിശേഷമാണ്. ഒരു കന്യകയെ ദാനം ചെയ്യുക, ശ്രേഷ്ഠനായ ഒരു വ്യക്തിക്ക് ഒരു കന്യകയെ ദാനം ചെയ്താൽ 10 അശ്വമേധ യാഗങ്ങൾ ചെയ്ത ഫലം ഉണ്ടാവും. ലോകത്തെ ഏറ്റവും പുണ്യമുള്ള കാര്യം അത്. അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ എത്ര ആൺകുട്ടികൾ ഉണ്ടായാലും ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് വരെ പ്രസവിക്കും. അങ്ങനെ കുട്ടി ഉണ്ടായി വളർത്തി വലുതാക്കി കന്യാദാനം കൊടുക്കും. അതിനെയാണ് ഭ്രാമ്യം, ദൈവം, ആർഷം എന്ന് പറയാം. പിന്നെ അടുത്ത വിവാഹമാണ് പ്രാജാപത്യം. ജാതകം നോക്കി കല്യാണം കഴിക്കാൻ പറയണ ഒരൊറ്റ കല്യാണമാണ് പ്രാജാപത്യം. ഒരുപാട് നിയമങ്ങളുണ്ട് അവിടെ. ഈ നിയമങ്ങളൊക്കെ പരിശോധിച്ച് കല്യാണം നടത്തുന്നതിനാണ് എന്ത് പറയുക? പ്രാജാപത്യം. എന്തൊക്കെ നിയമമുള്ളത്? അനവധി നിയമമുണ്ട്. ചില നിയമങ്ങൾ കേട്ടാൽ പ്രാകൃതമാണെന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. എനിക്ക് ഒരുപാട് തോന്നിയിരുന്നു. അതിലൊരു നിയമമാണ് കല്യാണം കഴിക്കണ സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ, ആൺകുട്ടി വധുവും വരെ ഉണ്ടാവില്ലേ, 17 വയസ്സ് വ്യത്യാസം വേണമെന്ന്. നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് തീരെ യോജിക്കാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു അത്. ഞാൻ പറഞ്ഞാൽ അത് ഒരു അബദ്ധം പറ്റിയത്. ഋഷീശ്വരന്മാർ വിവരമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കാര്യത്തിൽ എന്തോ അപകടം പറ്റിയേ, അത് ശരിയല്ല എന്ന് പറയണ്ടായി. പക്ഷേ കഴിഞ്ഞ കാലത്ത് എനിക്ക് ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് ഒരു കേസ് വരേണ്ടായി. അത് കണ്ടപ്പോഴാണത് വളരെ സത്യമാണെന്ന് മനസ്സിലായത്. എന്താ കേസ് എന്നറിയോ? ഒരു സംശയരോഗം, കണ്ടമാനോ സൂക്കട് സംശയരോഗം ക്ലിനിക്കിൽ വരുന്നുണ്ട് കൗൺസിലിങ്ങിനായിട്ട്. ഇതൊക്കെ സീരിയൽ കണ്ടിട്ടുണ്ടാവുന്നതാണേ, അത് വേറെ. അങ്ങനെ എന്താ കേസ് നോക്കിയ സമയത്ത് ഭാര്യയ്ക്ക് ഒരു സംശയം, ഭർത്താവിനെ വല്ലാതെ സംശയിക്കാം. അപ്പോൾ ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മനസ്സിലായത് ഇവിടെ എന്താ സംഭവിക്കണമെന്നറിയോ? നമ്മളെ നാട്ടിൽ, ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണേ, ഇത് ഭാരതീയ ഋഷീശ്വരന്മാരുടെ അഭിപ്രായമല്ല. ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കണക്കാക്കുക. എന്താ കാരണം എന്നറിയോ? ഈ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഏതാണ്ട് ഈ ഒരു ലൈംഗിക ജീവിതത്തോടൊക്കെ ലേശം ഒരു മടുപ്പൊക്കെ വരും. അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ സാമാന്യം ഏടൊക്കെയാണ് സപ്താഹം നടക്കണമെന്നൊക്കെ പേപ്പറിൽ നോക്കി രാവിലെ സപ്താഹത്തിന് പോവുക. ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും
അവരേതാണ്ട് ഒരു ആധ്യാത്മിക ചിന്തയൊക്കെ വന്ന് അങ്ങനെ പോവുക ചെയ്യും. ഈ മെൻസ്ട്രേഷനിലെ മെനസ്ട്രേഷനൊക്കെ അങ്ങനെ കുറഞ്ഞു വരുന്ന കാലം അത്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു 55, 57, 58 വയസ്സ് വരെയൊക്കെ ഈ ഒരു ചിന്ത പുരുഷന്മാർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു ഊർജ്ജം പുരുഷന്മാർക്ക് ഉണ്ടാവും. ഇനി ഇവിടെ ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി ഒരേ പ്രായമാണെന്ന് കരുതുക. കല്യാണം കഴിക്കുമ്പോൾ രണ്ടാൾക്കും 45 വയസ്സായി. എന്താ സംഭവിക്കുക? ഭാര്യ ഏതാണ്ട് സപ്താഹം കേൾക്കാൻ പോകാൻ തുടങ്ങി, ഭർത്താവ് വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഭാര്യേൻ്റെ ഉള്ളിൽ ചെറിയ കോംപ്ലക്സ് ഉണ്ടാവും. അതായത് എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇദ്ദേഹത്തിനാണെങ്കിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവാൻ സാധ്യത ഉണ്ടോ? അപ്പോഴാണ് വരുന്ന സമയത്ത് ടവലിനകത്ത് മുടിയുണ്ടോ, അയാൾ വാസന വെച്ച് നോക്കുക, ഇതൊക്കെ ചെയ്യാം. ഇത് അനവധി കേസുകൾ നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്. നേരെ മറിച്ച് ഭാര്യയ്ക്ക് 45 വയസ്സാകുമ്പോഴേക്ക് ഭർത്താവിന് 57 വയസ്സായാലോ, രണ്ടാളും കൂടി സപ്താഹം കേൾക്കാൻ പോകും. അവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ഒരു നിയമം വെച്ചത്. എൻ്റെ മാത്രം കണ്ടെത്തലാണ്, ഇതിൻ്റെ ഉപജ്ഞാതാവ് ഞാനാണ്, വേറെ ആരും ഇതിന് ഉത്തരവാദിയല്ല. ശരി, അവിടെ അങ്ങനെ അനവധി നിയമങ്ങൾ, പുരുഷൻ എത്രത്തോളം വയസ്സ് കൂടുകയും സ്ത്രീക്ക് എത്രത്തോളം വയസ്സ് കുറയുകയും ചെയ്യുന്നോ അത്രത്തോളം ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉണ്ടായിത്തീരുമെന്ന് പറയാം. അതൊക്കെ അവിടെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രാജാപത്യം എന്ന് പറയുന്ന വിവാഹത്തിലുണ്ടാവുന്ന കുട്ടികളുടെ ക്വാളിറ്റിയാണെന്ത്? അവരാണ് ടീച്ചർമാരാവുക, നീതി നടപ്പിലാക്കുന്ന ആൾക്കാരാവുകയൊക്കെ ചെയ്യാം. ബ്രാഹ്മ്യം, ആർഷം, ദൈവത്തിലുണ്ടാവുന്ന കുട്ടികൾ യാഗം ചെയ്യും. ആർഷത്തിലുണ്ടാവുന്ന കുട്ടികൾ അവരുടെ ക്വാളിറ്റി എന്താ? അവർ നിയമം നടപ്പിലാക്കുക, രാജാവിന് ഉപദേശം കൊടുക്കുക, ആ നിയമമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ക്വാളിറ്റിയുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് വരണം. അല്ലാതെ ഈ സംവരണത്തിൽ കൂടി പെട്ട് വരുന്ന ആൾക്കാരൊക്കെ ഈ മേഖലയിലേക്ക് എത്തി എന്താ സ്ഥിതി ഉണ്ടാവുക ഇവിടെ, ഇല്ലേ? ആ ക്വാളിറ്റിയുള്ള ആൾക്കാർ വരണ്ടേ? ഇപ്പം അങ്ങനെയാണോ നാട്ടിൽ സംഭവിക്കണത്, ഇല്ലേ? അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട അല്ലേ? ശരി, അങ്ങനെ ഓരോ തരത്തിലുള്ള ക്വാളിറ്റിയുള്ള കുട്ടികളെ ഉണ്ടാക്കി കൊണ്ടുവരിക. ബ്രാഹ്മ്യം, ദൈവം, ആർഷം, പ്രാജാപത്യം. അടുത്ത വിവാഹമാണ് ഗാന്ധർവം. എന്താണെന്നറിയോ? ഒരു നിയമവും ഇല്ല. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കുട്ടീനെ കണ്ടു, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, അയാളോട് ഒരു താല്പര്യം അങ്ങോട്ട് തോന്നി. അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ഗർഭാധാനം നടത്തിക്കളയാം. കാലം, ദേശം, പ്രായം ഒരു നിയമവും നോക്കാതെ കേവലം ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ട് ഗർഭാധാനം നടത്തുക. അവിടെ ഗർഭാധാനം നടത്താനുള്ള സങ്കല്പമൊന്നുമില്ല, യോഗം ചെയ്യുക. അങ്ങനെ കുട്ടികൾ ഉണ്ടായാൽ അതെന്തായിത്തീരുന്നുള്ളിടത്തിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ്. ഈ കുട്ടികൾ എന്തായിത്തീരുന്നുള്ളത് ഋഷീശ്വരന്മാർക്ക് പോലും പറയാൻ പറ്റില്ല. ഒരു പ്രത്യേക സ്വഭാവമുള്ള 100% സ്വാർത്ഥന്മാരായിട്ടുള്ള അനവധി സെക്ഷൽ ഡിസോർഡറുള്ള ഒരു കുട്ടി ഉണ്ടായിത്തീരുമെന്ന് പറയാം. ബോധപൂർവമായിരിക്കണം സൃഷ്ടി നടത്തേണ്ടത്. അല്ലാതെ ആക്സിഡൻ്റലി കുട്ടികൾ ഉണ്ടായിപ്പോയാൽ ഈ കുട്ടി എന്തായിത്തീരുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഭാര്യയും ഭർത്താവും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട്. എന്താ തീരുമാനിക്കുക? അടുത്ത 10 കൊല്ലത്തേക്ക് കുട്ടികളൊന്നും വേണ്ടാന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ കുട്ടി വയറ്റിലുണ്ട് എന്നറിയാം. ആകെ പ്രശ്നമായി. ഇന്നത് വേണോ വേണ്ടിയോന്ന ബികോമിന് എംകോമിന് പഠിക്കുകയല്ലേ, അപ്പോൾ അത് വേണോ വേണ്ടിയോന്നായി തീരുമാനം. അങ്ങനെ ഇത് വേണോ വേണ്ടിയോന്ന് കുറേ വേണ്ടാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. എന്നാലും ഇതൊന്നും അറിയണ്ടേ. അങ്ങനെ ഭാരതത്തിലെ ശ്രേഷ്ഠമായ ഗ്രന്ഥങ്ങളായ അനവധി ഗ്രന്ഥങ്ങൾ പരിശോധിക്കും. ഏതൊക്കെയാ? ഗൃഹലക്ഷ്മി, നാന, ചിത്രഭൂമി, മംഗളം, ആരോഗ്യമാസിക, മനോരമേൻ്റെ ആരോഗ്യമാസിക, മാതൃഭൂമിൻ്റെ ആരോഗ്യമാസിക, ഇതൊക്കെ കൂടി വാങ്ങി അങ്ങോട്ട് ഒരു വായന പാസ്സാക്കും. അപ്പോൾ ഇതിലൊക്കെ പറയണത് എന്താ? ഇത് ഒഴിവാക്കിയ പ്രശ്നമാണ്, എന്നാൽ പിന്നെ സാരല്ല അങ്ങോട്ട് പ്രസവിച്ചേക്കാം എന്ന് പറഞ്ഞ് ഒരു കുട്ടീനെ പ്രസവിച്ചു എന്ന് കരുതുക. ആ കുട്ടിക്ക് പറയുന്ന പേരാണ് അൺവാണ്ടഡ് ചൈൽഡ്, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ ഉണ്ടാവും. എന്താ സ്വഭാവം എന്ന് പറയുമോ? ഒരു തരത്തിലും ആർക്കും മരിക്കാൻ പറ്റില്ല. എന്നെ ആർക്കും വേണ്ടാത്ത ആളാണ്, ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും മനസ്സിൽ. ഒരു തരത്തിൽ കാണുന്ന സാധനങ്ങൾ മുഴുവൻ എറിഞ്ഞ് പൊട്ടിക്കും. ഒരാൾക്കോടും സ്നേഹം ഉണ്ടാവില്ല. ഒരു പ്രത്യേക ജീൻസായിട്ടാണ് വളരെ ചെയ്യുക. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു പ്രത്യേക സ്വഭാവക്കാർ, ഭയങ്കര ദുർവാശിയായിരിക്കും, പരമാവധി ആക്രമണം നടത്തും. ഇതൊക്കെ ആയിരിക്കും സ്വഭാവം ഉണ്ടാകുക. ഒരു തരത്തിലുള്ള സ്നേഹം ആരോടും ഉണ്ടാവില്ല. ഓരോ ആൾക്കാരൊക്കെ വേദനയാക്കുന്നുണ്ട് കണ്ടാലല്ലോ നമുക്ക് സങ്കടമായി പോകും. അങ്ങനത്തെ രാക്ഷസ സ്വഭാവമുള്ള കുട്ടി ഉണ്ടായിത്തീരുമെന്ന് പറയാം. അതുണ്ടാവുകയും വേണം, ഇല്ലേ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ വീട്ടിൽ വൈകുന്നേരം 6 മണിക്ക്
നമ്മളൊരു 6:30 ആവണ സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് പാരിജാതം കാണാൻ. പാരിജാതം കഴിഞ്ഞു, സ്ത്രീധനമുണ്ട്. കേമയ ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടു പോയിരുന്നെന്ന്. അങ്ങനെ ഇതൊക്കെ മറന്നെന്നാണേ. അങ്ങനെ ഈ 6:30-ക്ക് നമ്മൾ സ്ത്രീധനം കാണാൻ വേണ്ടി ഇങ്ങനെ വീട്ടിലിരിക്കുകയാണേ, വല്യച്ഛനും വല്യമ്മയും വേലായുധേട്ടനും ഭാര്യ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അടുത്ത വീട്ടിലെ വേലായുധേട്ടൻ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നത്. നമ്മളാണ് സ്ത്രീധനത്തിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വേലായുധേട്ടൻ വന്നിട്ട് ബെല്ലടിച്ചു, ക്രീം ക്രീം. നമ്മൾ പോയി തുറന്നു നോക്കിയാലും വേലായുധേട്ടനാ. വേലായുധേട്ടനോട് വേലായുധേട്ട കയറി ഇരിക്കുമെന്ന് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിൽ പറയുക, പണ്ടാരക്കാലം വരാൻ കണ്ട സമയം എന്നല്ലേ. നീ കയറിയിരുന്നാൽ ഇയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഈശ്വര അങ്ങോട്ട് വരണ്ടിയില്ലായിരുന്നു എന്നായിരിക്കും അല്ലേ. കാരണം വന്നിരുന്നാൽ ഇവർ കണ്ണെടുക്കുമോ ഈ സീരിയലിന്? ഇല്ല, പരസ്യമാകുമ്പം ചായ തരാം, മിണ്ടാതെ മൂലയ്ക്ക് ഇരുന്നോളണമെന്നാ. ആരോട്? വേലായുധേട്ടനോട്. അങ്ങനെ പാവം ജീവിതത്തിൽ ആദ്യമായിട്ട് സ്ത്രീധനം അങ്ങനെ കണ്ടിക്കണം. അയാളുടെ മനസ്സിലെന്താ വരിക? ഇങ്ങോട്ട് വരണ്ടിയില്ലായിരുന്നോ, കല്യാണം വരെ നടത്തണ്ടായിരുന്നു തോന്നിപ്പോവും. അങ്ങനത്തെ മാനസികാവസ്ഥ തോന്നില്ലേ? ഈ ഒരവസ്ഥ നമ്മളെ കുട്ടിക്കും ഉണ്ടാവില്ലേ? നമ്മൾ വേണ്ട, ആരും വരണ്ട എന്ന് വിചാരിക്കുമ്പം വേലായുധേട്ടൻ വരരുത് എന്ന് വിചാരിക്കുമ്പോൾ വേലായുധേട്ടൻ വന്ന സമയത്ത് വേലായുധേട്ടൻ ഉണ്ടായ മാനസികാവസ്ഥ ഇപ്പോൾ കുട്ടി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ കുട്ടി കയറി വന്നാൽ ആ കുട്ടിക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലയോ? ആ കുട്ടീൻ്റെ സ്വഭാവമാണ് നേരത്തെ പറഞ്ഞ സ്വഭാവം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഏത് പറഞ്ഞു നമ്മൾ 4 സംസ്കാരമില്ല, അതിനെയാണ് ഗാന്ധർവം എന്ന് പറയുക. അത് കഴിഞ്ഞാൽ അടുത്ത സംസ്കാരമാണ് ബോധപൂർവ്വം മാത്രമേ കുട്ടികൾ ഉണ്ടാകാൻ പാടുള്ളൂ. ബോധമില്ലാതെ ഒരു കുട്ടി ഉണ്ടാവരുത്, അത് വലിയ അപകടം ചെയ്യും. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പ്രശ്നം ഉണ്ടാവും അത്. അങ്ങനെ അത് കഴിഞ്ഞാൽ അടുത്ത വിവാഹമാണ് ആസുരം. പണത്തെ മുൻനിർത്തി കല്യാണം കഴിക്കാം. ഞാൻ എൻ്റെ മോക്ക് ഒരു 10 പവനും ഒരു കാറും അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് നോക്കിയിട്ട് വരുന്ന ആളുണ്ടാവും, എന്താ 10 പവൻ, എന്നാൽ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചോളാം. പണത്തെ മുൻനിർത്തി കല്യാണം നടത്തുക. അതിലുണ്ടാവുന്ന കുട്ടികൾ പൈസ കിട്ടിയാൽ എന്തും ചെയ്യുന്നവരായിത്തീരും. 100% സ്വാർത്ഥന്മാരായിത്തീരും. അത്രയും സ്വാർത്ഥത ഉണ്ടാവും, എന്തിനും മടി ഉണ്ടാവില്ല. പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ലാഭം ഉണ്ടാവും എന്നാൽ ചിന്തിക്കുക. സഹായമോ, ഞാൻ സഹായിക്കാനൊന്നും പോവില്ല. പൈസ ഇട്ടോ, എന്നാൽ ഞാൻ സഹായിക്കാം. പൈസ കിട്ടിയാൽ എന്തും ചെയ്യും. അതാണ് ആസുരം. പിന്നെ അടുത്ത 2 വിവാഹത്തെക്കുറിച്ച് പറയാതിരിക്കുകയാണ് വേദം. എങ്കിലും ഒരു ബോധം ഉണ്ടാവാൻ വേണ്ടി പറയാം. അടുത്ത വിവാഹമാണ് രാക്ഷസം. അതായത് ഒരു പെൺകുട്ടിക്ക് തോന്നുക കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ ഭർത്താവ് പറയാം, അതെ നമ്മളെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായില്ലേ, അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ കുട്ടീനെയൊക്കെ വളർത്തണമെന്ന്. അപ്പോൾ നമ്മൾക്ക് ഗർഭാധാനം കുട്ടി ഇപ്പം ഉണ്ടായാലോ? ഇപ്പോൾ കുട്ടി വേണ്ട, ഞാൻ ബികോമിന് പഠിക്കുകയാണ്, 2-3 കൊല്ലം ബികോം, 2 കൊല്ലം എംകോം, അത് കഴിഞ്ഞ് വേറൊരു കോഴ്സുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു കോഴ്സുണ്ട്, 10 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി മതിയെന്നായി. അങ്ങനെ ഇവർ തമ്മിൽ വീണ്ടും തർക്കമായി. വീണ്ടും ഭർത്താവ് അതേ ഈ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് കുട്ടി ഉണ്ടായാലേ ഈ മക്കളൊക്കെ അവരങ്ങ് നോയിക്കോളൂ, നമ്മൾക്ക് കുറേ സൗകര്യം ഉണ്ടാവില്ലേ, അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ, അപ്പോൾ ഉണ്ടാവട്ടെ പറയും. ഈ കുട്ടിയാണെങ്കിൽ ഒരു തരത്തിൽ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ ഗർഭാധാനം നടത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുട്ടികളുണ്ട്, അവർ രാക്ഷസീയ സ്വഭാവമുള്ളവരായി തീരുന്നു പറയാം. അടുത്ത വിവാഹമാണ് പൈശാചികം. ബോധം കെടുത്തിയിട്ടോ മയക്കുമരുന്ന് കൊടുത്തിട്ടോ കെട്ടിയിട്ടിട്ടോ ബലാത്കാരേനോ ഗർഭാധാനം നടത്തുക. അതിലുണ്ടാകുന്ന കുട്ടികൾ പിശാചിന് തുല്യമായി തീരും. ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ അതുപോലത്തെ ഒരു കുട്ടി മതി. അങ്ങനത്തെ കുട്ടികളുണ്ടായിത്തീരെന്ന് പറയുക. ഇതാണ് ഗർഭാധാനത്തിൻ്റെ സമയത്തുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ചിന്തകൾ ഒരു കുട്ടിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ഭാരതീയ ഗൃഹ്യസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഗർഭാധാന സംസ്കാരം കൊണ്ട് തീർന്നിട്ടില്ല. ഇനിയും നമുക്കതിനെക്കുറിച്ച് ചില ഭാഗങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. ഇവിടെ ചായേൻ്റെ ബ്രേക്ക് ഉണ്ട്, ഇപ്പം അതിന് ശേഷമാവാം. ഒന്ന് നേരെ ഇരിക്കുക എല്ലാവർക്കും. ഓം സഹനാവവതോ സഹനോ ഭുനക്തോ സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മൾ ഷോഡശ സംസ്കാരത്തിൽ 16 സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമായിട്ടുള്ള ഗർഭാധാന സംസ്കാരത്തെക്കുറിച്ചാണ് ഇപ്പോൾ അനുസന്ധാനം ചെയ്യുന്നത്. അതിൽ ഒരു ഗർഭത്തെ ദാനം ചെയ്യുന്ന സമയത്തുള്ള ചിന്തകളുടെ പ്രാധാന്യം പറയേണ്ടേ. വളരെ ആധികാരികമായിട്ട് വേദത്തിൽ പല സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. ഏറ്റവും നല്ല മനസ്സുള്ള സമയത്ത് മാത്രമേ ഗർഭാധാനം നടത്താൻ പാടുള്ളൂ.
ദുഃഖമുള്ള സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുള്ള സമയത്തോ പലതരത്തിലുള്ള വിഷാദരോഗം, മാനസിക അസ്വാസ്ഥ്യം, ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയുള്ള സമയത്ത് ഗർഭാധാനം നടത്തിക്കഴിഞ്ഞാൽ മാനസിക വൈഷമ്യതകൾ ഉണ്ടായേക്കാം എന്ന് ആർഷഭാരതർ ശിഷ്യന്മാർ മാത്രമല്ല, മോഡേൺ സയൻസ്, പുതിയ സൈക്കോളജി ലോകവും അങ്ങനെ പറയുന്നുണ്ട്. അനവധി രോഗങ്ങൾ, നമ്മളെ ക്ലിനിക്കിലൊക്കെ വരുന്ന രോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കാറ്, ഈ കാലത്ത് ഗർഭാധാന സമയത്ത് മരുന്നുകൾ കഴിച്ചിരുന്നോ? ആ സമയത്ത് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, തൊലിക്ക് പുറത്ത് അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, ചൊറി, ചരങ്ങ്, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ, അമ്മയ്ക്കും അച്ഛനും ഉണ്ടാവുന്ന ഡിപ്രഷൻ, മാനസികാവസ്ഥയാണ് കുട്ടികൾക്കുള്ള മാറാവ്യാധികളായിട്ട് സംഭവിക്കുന്നത്. അനവധി ദൃഷ്ടാന്തങ്ങൾ. ഇവിടെ പറയുന്ന ഒരു വാക്ക് പോലും ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. ഏത് സമയത്ത് വേണമെങ്കിലും ആര് വന്ന് ചോദിച്ചാലും അതിൻ്റെ മുഴുവൻ തെളിവുകൾ കയ്യോടെ തരും. ഇപ്പം വന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എടുത്തു തരും, അത് കയ്യിലുണ്ട്. അത്രയും 100% സത്യസന്ധമായിട്ടാണ് ആചാര്യന്മാരിത് വിവക്ഷ ചെയ്തിട്ടുള്ളത്. ശരി. അപ്പോൾ ഗർഭാധാന സംസ്കാരത്തിൽ അവിടെ നിയമങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. നല്ല തിഥിയിൽ ഗർഭാധാനം നടത്തണം, നല്ല നക്ഷത്രത്തിൽ ഗർഭാധാനം നടത്തണം. അനവധി സോളുകൾ ഭൂമിയിലുണ്ട്. അത് ശങ്കരാചാര്യ സ്വാമിജികളാണെങ്കിൽ, ശ്രീനാരായണ ഗുരു ആണെങ്കിൽ, അവരൊക്കെ മരിച്ചതിന് ശേഷം അവരുടെ സോള്, പ്രകൃതിയിൽ ഒരുപാട് സോളുണ്ട് അതുപോലത്തെ. ഏറ്റവും നല്ല ഒരു ശരീരം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക അവർ ഭൂമിയിൽ വീണ്ടും ജനിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരാണോ ആ സോളിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നത്, ഉടനെ ആ സോള് നമ്മളിലൂടെ ഭൂമിയിൽ ജനിക്കും. അവിടെ ബോധപൂർവ്വം ഇരിക്കണം എന്ന് പറയുക. ഞാനൊരു ചെയർ ഇവിടെ ഇട്ടിട്ട് ആ ചെയറിൻ്റെ മുകളിൽ ഗോപാലൻകുട്ടി എന്ന് എഴുതി വെച്ചാൽ അവിടെ ആര് മാത്രമേ ഇരിക്കൂ? ഗോപാലൻകുട്ടി മാത്രമേ ഇരിക്കൂലേ. ഞാനൊരു ചെയർ വെച്ച് പേരൊന്നും എഴുതിയില്ല, എന്താ ഉണ്ടാവുക? ഇതിലെ വരുന്ന ആൾക്കാരും പോണ ആൾക്കാരൊക്കെ ഒന്ന് കയറിയിരുന്ന് അങ്ങോട്ട് പോകും ഇല്ലേ? ഇതേപോലെ നമ്മൾ ഗർഭാധാനം നടക്കുന്ന സമയത്ത് ആരെയാണോ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്, ആരെയാണോ സങ്കല്പിക്കുന്നത്, അവർ ആ സോളിൽ കൂടി പുറത്തേക്ക് വരും. ആ സോള് ഭൂമിയിൽ ജനിക്കും. ഒരു പ്രതീക്ഷയിലാണ് ഒരു ഗർഭാധാനം നടത്തി ഇല്ലേ? ആ പ്രകൃതിയിൽ ജനിക്കാൻ കാത്തിക്കണ കള്ളന്മാരും ദുഷ്ടന്മാരും അനവധി ആൾക്കാരുണ്ടാവും. എന്നാൽ പിന്നെ ഒന്ന് ഭൂമിയിൽ പോയി വന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മളെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് പോരും. അത് നമ്മളെ കുട്ടിയായി മറന്ന് പറയുക. അപ്പം നമ്മൾ ബോധപൂർവ്വം, അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലൂടെ ഉണ്ടാവുന്ന കുട്ടികൾ മാത്രമേ ശ്രേഷ്ഠന്മാരായിട്ടുള്ളൂ അല്ലേ? ഇവിടെ നോക്കൂ, ശങ്കരാചാര്യ സ്വാമിജികളുടെ അമ്മയച്ഛനൊക്കെ അനവധി കാലം കുട്ടികളില്ലാതെ ശിവനെ ഭജിച്ചിട്ടാണ് അവർക്ക് ശങ്കരാചാര്യർ ഉണ്ടാവുന്നത് അല്ലേ? 24 മണിക്കൂർ ശിവനെ ഭജിക്കും. ഭജനം. ഗർഭാധാനം നടക്കുന്ന സമയത്ത് പോലും അവിടെ മനസ്സിൽ ഭജനം നടക്കുക. അതുകൊണ്ടാണ് ശിവൻ തന്നെ ശങ്കരാചാര്യരായിട്ട് അവരെ ഉള്ളിൽ കൂടി ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം പ്രാർത്ഥനയിലൂടെ മാത്രമേ നല്ല കുട്ടികൾ ഉണ്ടാവൂ എന്ന് പറയുക. അത് ശ്രദ്ധയിൽ വെക്കണേ, വളരെ വിശേഷമായ കാര്യമാണ് പറയണത്. അപ്പം ഗർഭാധാന സംസ്കാരം ഇപ്പം എപ്പോഴാണ് ഗർഭാധാനം നടത്തേണ്ടത്? ഗർഭാധാനം നടത്താൻ പറ്റിയ സമയം പറ്റിയ കാലം ഏതാണ്? ഇപ്പം ആയുർവേദത്തിൽ പറയുന്നുണ്ട്, വസന്തകാലത്തിൻ്റെ അവസാനം ഗർഭാധാനം നടത്തണം. ഈ മനുഷ്യന്മാർക്ക് മാത്രം പ്രത്യേകത ഉണ്ട്. ലോകത്തുള്ള മറ്റെല്ലാ ജീവികൾക്കും ഗർഭാധാനം നടത്താൻ വേണ്ടിയിട്ട് അതാത് സമയങ്ങളുണ്ട് ഇല്ലേ? ഈ പട്ടി എപ്പോഴാണ് ഗർഭാധാനം നടത്തുക? കന്നിമാസത്തിൽ മാത്രമേ പട്ടികൾ ഗർഭാധാനം നടത്തൂ. കന്നിമാസം ആയോ എന്നറിയാം, പട്ടിക്ക് കലണ്ടർ നോക്കണ്ടെന്ന് പണ്ടാരോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാർക്കറിയാം ആ മാസം അല്ലേ? കന്നി കഴിഞ്ഞത്തിൽ ആ മാസവും പിന്നെ വൃശ്ചിക മാസത്തിലൊക്കെ 2 പട്ടികളെ ഊട്ടിയിലേക്ക് ടൂറിന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു പോരും. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ച് വലിയൊരു കുഴപ്പമുണ്ട്. ഈ BSNL ഫോണിൻ്റെ ഈ ഒരു കസ്റ്റമർ കെയർ നമ്പറുണ്ട്. എങ്ങനെയത്? 24 മണിക്കൂറും 365 ദിവസവും ഇതേപോലെയാണ് നമ്മളൊക്കെ ഒരു ഗർഭാധാനത്തിൻ്റെ സമയം എല്ലാ കാലവും നമ്മളിതിന് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, വസന്തകാലത്തിൻ്റെ അവസാനം മാത്രമേ ഗർഭാധാനം നടത്താവൂ. അങ്ങനെ നടത്തിയാൽ എന്താ ഗുണം? എപ്പോഴാണ് കുട്ടി ഉണ്ടാവുക? മനുഷ്യൻ്റെ ഗർഭകാലം എത്രയാ? 10 മാസം 10 ദിവസം 10 നാഴിക 10 വിനാഴിക. അപ്പം 300 ദിവസം ഉണ്ടാവുമോ? 10 ദിവസം എന്ന് പറഞ്ഞാൽ 300 ദിവസം വേണ്ടേ? 30 ദിവസമല്ലേ ഒരു മാസത്തിനുള്ളത്. അപ്പോൾ 10 മാസം പറഞ്ഞാൽ 300 ദിവസം ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ സൂര്യമാസങ്ങളല്ല, ചന്ദ്രമാസങ്ങളാണ്. ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രമാസം എത്ര ദിവസം ഉണ്ടാവും? 27 ദിവസം ഉണ്ടാവുക. അപ്പോൾ 10 ചന്ദ്രമാസം എന്ന് പറയുമ്പോൾ 270 ദിവസം. 10 മാസം
10 ദിവസം. അപ്പോൾ എത്രയായി? 280 ദിവസം. 10 നാഴിക 10 വിനാഴിക. അതാണ് കൃത്യമായ കണക്ക്. അപ്പോൾ വസന്തകാലത്തിൻ്റെ അവസാന ഗർഭാധാനം നടത്തിയപ്പോഴാണ് കുട്ടി ഉണ്ടാവുക. അടുത്ത വസന്തകാലത്തിൻ്റെ ആദ്യം കുട്ടി ഉണ്ടാവും. വസന്തകാലത്ത് കുട്ടി ഉണ്ടായ എന്താ ഗുണം? പ്രകൃതിയിൽ നിറച്ച് ഒരുപാട് ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവും അല്ലേ? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ഈ ഗർഭിണിക്ക് എന്തോ അല്ലെ, ഈ പ്രസവിച്ചോടനെ എന്തോ കഴിക്കാം? കുറേ ചക്ക. രാവിലെ ചക്കപ്പുഴുക്ക്, ഉച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി, വൈകുന്നേരം ചക്ക പുഴുങ്ങിയത്, രാത്രി ചക്ക, പിന്നെ പച്ച ചക്ക അല്ലേ, ഇതൊക്കെ കഴിക്കാം. അങ്ങനെ പ്രകൃതിയും ചക്കയും മാങ്ങയും ധാരാളം കഴിക്കുമ്പോൾ നല്ല മുലപ്പാലുണ്ടാവും. നല്ല മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അപ്പം നല്ല അന്തരീക്ഷം ആയതുകൊണ്ട് കുട്ടിക്ക് രോഗം ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഒരാൾ ഗർഭാധാനമൊക്കെ നടത്തി സമയം നോക്കിയില്ല, കർക്കിടക മാസത്തിലെ കല്യാണം ആയിക്കോട്ടെ, ഗർഭാധാനം നടത്തി, അടുത്ത മഴക്കാലത്ത് കുട്ടി ഉണ്ടായാലോ? മഴക്കാലത്ത് നല്ല മഴയല്ലേ, അപ്പോഴാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ രോഗാണുക്കൾ ഉണ്ടാവുക. ആ സമയത്ത് ഈ രോഗാണുക്കളെ ഉള്ളിൽ കൂടി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് രോഗം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആയുർവേദത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ മാസങ്ങളിൽ ഗർഭാധാനം നടത്താം, അത് ഏതൊക്കെ തിഥിയിൽ നടത്താം, ഏതൊക്കെ നക്ഷത്രത്തിൽ നടത്താം, അതൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. നല്ല അന്തരീക്ഷം ഉണ്ടാവുന്ന സമയത്ത്, നല്ല മാനസികാവസ്ഥ ഉണ്ടാവുന്ന സമയത്ത്, അതിൻ്റെ വിധാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമായിട്ടാണ് ഒരു ഗർഭാധാന സംസ്കാരത്തെ പറഞ്ഞിട്ടുള്ളതെന്നറിയോ? അതിനുള്ള ക്രമങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? അച്ഛനെയും അമ്മേനെയൊക്കെ നമസ്കരിച്ച്, ഗുരുക്കന്മാരൊക്കെ മനസ്സിൽ സ്മരിച്ച് ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാക്കി, അതിന് കുറേ വിധാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ചിട്ട് ആദ്യത്തെ കുട്ടികൾ ഉണ്ടായിട്ട് രണ്ടാമത്തെ കുട്ടികളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 7 കപ്പിൾസ്, 14 പേര്, അവർക്കൊരു ക്ലാസ് കൊടുക്കേണ്ടായി. എങ്ങനെയാണ് നല്ല കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടത്. അവർ 7 പേരും അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഗർഭിണിയായി എന്നെനിക്ക് തോന്നുന്നത്. ക്ലാസ് നടന്നിട്ട് ഇപ്പോൾ ഒരു 5-8 മാസമായി. നമ്മൾ പറയുന്ന രീതി തന്നെയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ, ഏറ്റവും മഹത്തുക്കളെ, ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള 7 കുട്ടികൾ വയനാട്ടിൽ പഠിത്തമുണ്ടാവും. അത് ബോധപൂർവം പ്രാർത്ഥനയിലൂടെ 41 ദിവസം വ്രതം എടുത്ത് മുളപ്പിച്ച ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് തപസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന കുട്ടികളാണ്. അങ്ങനത്തെ ഒരു കുട്ടി മതി ഈ ലോകത്തെ അതിൻ്റെ ഏറ്റവും പരമപദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ജർമ്മനിയിൽ നഴ്സറി തുടങ്ങി. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായാൽ അവിടെ കൊണ്ടുപോയി ചേർത്തണം. അവിടെയാണ് പ്രസവിക്കുന്നത് വരെ. അവർ പറയുന്ന മ്യൂസിക് കേൾക്കിട്ട് ആ മ്യൂസിക് കുട്ടീനെ കേൾപ്പിച്ച് നല്ല കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക. ഈ സാധനം തുടങ്ങിയത് ഭാരതത്തിലാണ്. നമ്മളുടെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ട ക്രിയയാണത്. നമ്മൾ അതിനെക്കുറിച്ച് എത്ര ബോധവാനാണ്? അപ്പം അതാണ് ഗർഭാധാന സംസ്കാരം. അപ്പം നല്ല സമയത്ത് നല്ല കാലത്ത് ഗർഭാധാനം നടത്തണം. അപ്പം ഇതാണ് ഗർഭാധാനത്തെക്കുറിച്ച് സാമാന്യ പരിചയം. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വളരെ വിശദമായിട്ട് പറയും. രണ്ടാമത്തെ സംസ്കാരത്തിലേക്ക് കടന്നോട്ടെ. രണ്ടാമത്തെ സംസ്കാരമാണ് ആധാനം തനയസ്യ പുംസവിധി, പുംസവനം. ഒന്ന് പഠിക്കണം. ഈ 16 പേര് ഒന്ന് ബൈഹാട്ടാക്കണം. ബൈഹാട്ടാക്കിയാൽ മതി. പുസ്തകത്തിൽ ഇതാണ് നല്ല പറഞ്ഞത്. ഉടനെ ആയുധങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. ഒന്നാമത്തെ സംസ്കാരം ഗർഭാധാന സംസ്കാരം. രണ്ടാമത്തെ സംസ്കാരം പുംസവന സംസ്കാരം. എന്താ പുംസവനം എന്ന് പറഞ്ഞാൽ, ഈ വയറ്റിൽ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ ഈ നല്ല കുട്ടി ഉണ്ടാവാൻ വേണ്ടി, ഈ കുട്ടി ഏറ്റവും നല്ല കുട്ടിയായി തീരട്ടെ എന്ന് പറയാൻ വേണ്ടി, എന്നുള്ള സങ്കല്പത്തിന് വേണ്ടി ചെയ്യുന്ന ക്രിയയാണത്. ഈ പേരാലിൻ്റെ മുട്ടും ചിറ്റാമൃതും കൂടി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കും. ആ നീര് വലത്തെയും ഇടത്തെയും മൂക്കിലുറ്റിക്കും അല്ലേ, നസ്യം ചെയ്യും. ആ സമയത്ത് കുറേ രസകരമായ മന്ത്രമുണ്ട്. ഇവിടെ ക്രിയേനേക്കാൾ പ്രാധാന്യം അവിടെ ഗുരുനാഥൻ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. എന്ത് മഹത്തായ ഉപദേശങ്ങളാണെന്നറിയോ? ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ. ചെയ്യാൻ പാടില്ലാത്ത 18 കാര്യങ്ങളും ചെയ്യേണ്ടുന്ന 24 കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊരൊറ്റയൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും നല്ല കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഒരു ആൾ ഗർഭിണിയായാൽ ഉടനെ എന്താ ചെയ്യുക? എന്തു ചെയ്യും? കാറ് വിളിച്ച് എന്തോ അപകടം പറ്റി അറ്റാക്ക് ഉണ്ടായാൽ വരിക, ഉടനെ തന്നെ കാറ് വിളിച്ച് ആംബുലൻസ് വിളിച്ച് ലൈറ്റൊക്കെ ഇട്ട് നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഹോസ്പിറ്റലിൽ എത്തിയാൽ ഡോക്ടർ എന്താ പറയുക? ഇവിടെ ഇപ്പോൾ എത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമായി പോവായിരുന്ന. ഇനി എന്തായാലും ഇവിടെ എത്തിയല്ലോ, ഇനി എന്ത് ചെയ്യണ്ട? ഇനി മേലാൽ അനങ്ങാൻ പാടില്ല നാം. ഇത് കേൾക്കണ സമയത്ത് നമ്മളെ ചേച്ചീൻ്റെ മുമ്പിൽ മനസ്സിൽ ഒരു 10-20 ലഡു അങ്ങോട്ട് പൊട്ടും. ചേച്ചി എന്താ പറയുക?
അല്ലെങ്കിലും കല്യാണം കഴിച്ച് അന്ന് മുതൽ കനങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, അമ്മായിയമ്മേൻ്റെ സൂര്യക്കേട് കൊണ്ട് പണിയെടുക്കാന്നാ. ഇപ്പോൾ ഡോക്ടറും കൂടി സർട്ടിഫിക്കറ്റ് കിട്ടി അനങ്ങാൻ പാടില്ല എന്ന്. വളരെ സന്തോഷമായില്ലേ? ഇല്ലേ? വീട്ടിൽ പോയിട്ട് വളരെ ഹാപ്പിയല്ലേ? ഞാൻ ഇന്നലെ ഇല്ലേ, മനുഷ്യന്മാർ മാത്രമേ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു, ബെഡ് റെസ്റ്റ്. ആരെങ്കിലും കണ്ടുണ്ടോ? നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പൂച്ച ഉണ്ട്, തലയ്ക്ക് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ പൂച്ച കിടക്കണത്? ഞാൻ ബെഡ് റെസ്റ്റാ, ഗർഭിണിയാണ്. ഏതെങ്കിലും ഒരു പൂച്ച പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? ഏതെങ്കിലും ഒരു പശു നമ്മൾ പോകുമ്പോൾ അങ്ങനെ മഹാവിഷ്ണു ഒക്കെ ഇങ്ങനെ അനന്തേശത്ത് കിടക്കണം, പശു ഇങ്ങനെ ചെവിക്ക് കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുക. എന്താ പശുവെ കിടക്കണത്? അതെ, ഞാൻ ഗർഭിണിയാണ്, ബെഡ് റെസ്റ്റാ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അനങ്ങാൻ പാടില്ല എന്ന്. ഏതെങ്കിലും പശു, ഏതെങ്കിലും പൂച്ച, പട്ടി ഇങ്ങനെ കിടക്കണ കണ്ടുണ്ടോ? ഇതിങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ ചെയ്യുക അല്ലേ? അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും പ്രസവിക്കണം തോന്നിയാൽ മാറി നിന്ന് പ്രസവിക്കും. പ്രസവം ഇത്ര വലിയൊരു ഭീകരാവസ്ഥയത് വളരെ അടുത്ത കാലത്താന്ന് തോന്നുന്നു ഇല്ലേ? നമ്മളൊക്കെ മുത്തശ്ശിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ മുത്തശ്ശിമാർ വളരെ അധികാരമായിട്ട് പറയുന്നേക്കാം, അതെ ഞാൻ നെല്ല് കുത്തുമ്പോഴാണെങ്കിൽ പ്രസവിക്കണം തോന്നിയത്, ഞാൻ വേഗം മാറി നിന്ന് അവിടെ പോയി പ്രസവിച്ച് ബാക്കി നെല്ല് കുത്തിന്നാ ഇല്ലേ? ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയണത്. ആ ബാക്കി നെല്ല് കുത്തി അത്ര സിമ്പിളായിരുന്നു പ്രസവം. എങ്ങനെയാണോ ഒരു പൂവ് ഒരു മൊട്ട് വിരിഞ്ഞ് പൂവാവുന്നത് അതുപോലെ നടക്കേണ്ട ഒരു സംഭവമാണ് പ്രസവം. അതിന്ന് എത്രത്തോളം എത്ര ഭീകര സ്വഭാവം ഉണ്ടാക്കി മാറ്റിയ ആൾക്കാരെല്ലാം ചിന്തിക്കുക. 610 കോടി സ്പീഷ്യസ് ഭൂമിയിലുണ്ട്. 610 കോടി ജീവികളല്ല, 610 കോടി സ്പീഷ്യസ് തരം ജീവികളുണ്ട്. ആകെ സിസേറിയ നടക്കണ മനുഷ്യന് മാത്രം. വേറെ ഏതെങ്കിലും ജീവിക്ക് സിസേറിയ നടന്ന് കേട്ടിട്ടുണ്ടോ? നമുക്ക് രസം തോന്നുന്ന ഈ പന്നിയൊക്കെ പ്രസവിക്കുന്ന കണ്ടാലാ. ഒരു പന്നിയൊക്കെ പ്രസവിക്കുന്ന കണ്ടാൽ ആചാര്യം പറയണത് നഴ്സറി സ്കൂൾ വിട്ടത് ഓർമ്മ വരികയാണ്. പന്നീനെ മക്കൾ ഇങ്ങനെ ചാടാൻ തുടങ്ങിയാൽ ഇങ്ങനെ 1, 2, 3 നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ നമ്മൾ ക്ഷീണിക്കാന്നല്ലാതെ ഇങ്ങനെ എണ്ണി 10, 19, 20 ഒക്കെ എത്തുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിക്കും. പന്നി നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് 2 കുട്ടികളും കൂടി 21, 22 കുട്ടികളൊക്കെ ഒരു പ്രസവത്തിലേ. ഇതുവരെ ഒരു പന്നിക്കും സിസേറിയൻ വേണ്ടി വന്നില്ല. പിന്നെ ഏത് പന്നിക്ക് മാത്രമേ സിസേറിയൻ വേണ്ടി വന്നുള്ളൂ? അല്ല, പന്നിക്ക് ആർക്ക് വേണ്ടി വന്നില്ല അല്ലേ? ശരി. അപ്പം ചിന്തിക്കുക, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? എന്തുകൊണ്ടാണ് ഈ 610 കോടി ജീവികൾ സുഖമായിട്ട് പ്രസവിച്ച് നമുക്ക് മാത്രത്തെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത്? ഇവിടെ കുട്ടി തല തിരിഞ്ഞു പോയി, കുട്ടീൻ്റെ മഷി കുടിച്ചു പോയി, മറ്റേ വള്ളി കഴുത്ത് ചുറ്റിപ്പോയി. പിന്നെ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ സ്കാൻ ചെയ്ത സമയത്ത് ഒരു കുട്ടി 2 കൈയും തലയിൽ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലോ വയറ്റിൽ. ഭഗവാനെ, ഈ അമ്മേൻ്റെ വയറ്റ് വന്ന് പെറുക്കേണ്ടി വന്നല്ലേ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ചിന്തിക്കണ്ടേ? ഇത് ഈ ആചാര്യൻ ഈ ഗർഭിണിക്ക് കൊടുക്കണ ഉപദേശങ്ങൾ മനസ്സിലാക്കേട്ടാ. എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? നീ ഇന്ന് മുതൽ ഗർഭിണിയാണ്, ശരി. അതിനെന്താ വേണ്ടത്? നല്ല ഒരു കുട്ടിയെ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് നൽകുന്ന രീതിയിൽ നീ ഇനി നിൻ്റെ ജീവിതം ക്രമീകരിക്കണം. നീ ദിവസം എന്തൊക്കെ ചെയ്യണം? രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, പകൽ ഉറങ്ങാൻ പാടില്ല, രാത്രി നേരത്തെ ഉറങ്ങണം, അധികം ഉറങ്ങരുത്, അധികം ഉറക്കളയ്ക്കരുത്. നീ എന്ത് ഭക്ഷണമാണോ കഴിക്കണത് ആ സ്വഭാവത്തിലുള്ള കുട്ടി ഉണ്ടായിത്തീരുമെന്ന് പറയാം. നീ ധാരാളം മത്സ്യം കഴിച്ചാൽ മത്സ്യത്തിന് സ്വഭാവമുള്ള കുട്ടി ഉണ്ടായിത്തീരും. നീ ഏത് തരത്തിൽ, നീ ഒരുപാട് എരിവ് കഴിക്കുകയാണെങ്കിൽ രജോ ഗുണമുള്ള കുട്ടി ഉണ്ടായിത്തീരും. നീ ഒരുപാട് മധുരം കഴിക്കുകയാണെങ്കിൽ ആ മധുര സ്വഭാവമുള്ള കുട്ടി. ഏത് ടൈപ്പ് സ്വഭാവം, ഏത് ഭക്ഷണമാണോ നീ കഴിക്കണത് ആ സ്വഭാവമുള്ള കുട്ടി ഉണ്ടായിത്തീരും എന്ന് പറയാം. അങ്ങനെ രസകരമായ കുറേ ഉപദേശങ്ങൾ ഇവിടെ വളരെ അഭിമാനത്തോടു കൂടി ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പറയാൻ പറ്റുന്നൊരു കഥ ഉണ്ട്. പണ്ട് കോഴിക്കോട് തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന പേരുള്ള ഒരാൾ കോഴിക്കോട് വന്നിട്ട് ഒരു വാദപ്രതിവാദം നടത്തിയിട്ട് കോഴിക്കോടുള്ള പണ്ഡിതന്മാരെയൊക്കെ അങ്ങോട്ട് തോൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ കോഴിക്കോടുള്ള നമ്പൂതിരിമാരൊക്കെ വളരെ വഷളായിപ്പോയില്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കോഴിക്കോട് തളി അമ്പലമുണ്ട്, വന്നാൽ അറിയാം. അമ്പലത്തിനോട് ചേർന്നിട്ട് കുറേ നമ്പൂതിരിമാർ താമസിക്കുന്നുണ്ട്. അങ്ങനെ വഷളായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കാരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കോഴിക്കോട്. അവിടെ ഒരു ഇല്ലുണ്ട്. അവിടെ ആ ഇല്ലത്ത് ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു അന്തർജനുണ്ട്, ഗർഭിണിയാണ്. അങ്ങനെ നമ്പൂരിമാരെല്ലാവരും അവിടെ പോയിട്ട് ഓരോ മണി അരി എടുത്തിട്ട് ബാലാമന്ത്രം ചൊല്ലി വെള്ളത്തിലിടും. അങ്ങനെ അതുകൊണ്ട് ചോറുണ്ടാക്കി ഈ ഗർഭിണിയെ കൊണ്ട് കഴിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടിയുണ്ടായി. ആ കുട്ടീൻ്റെ പേര് ആർക്കൊന്നും അറിയില്ല. പക്ഷെ ആ കുട്ടി അറിയപ്പെടുന്നത് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്നാണ്. അതെന്താ കാക്കശ്ശേരി എന്ന് വിളിക്കണത്? ഈ കുട്ടിക്ക് കാക്കയെ കണ്ടാൽ തിരിച്ചറിയാം. അതായത് ഇന്നൊരു കാക്കയെ കണ്ട് നാളെ വേറൊരു നാളെ സെയിം കാക്കേനെ കാണുകയാണെങ്കിൽ കുട്ടിക്ക് പറയും ഇത് ഇന്നലെ കണ്ട കാക്കയാണെന്നറിയാം. നമ്മളിപ്പോൾ എങ്ങനെ ഒരാളെ തിരിച്ചറിയാം? ഒരാളെങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടിയുണ്ട്, അയാളെങ്ങനെ തിരിച്ചറിയാം? മുഖത്തൊരു കാക്കപ്പുള്ളി ഉണ്ട്. പക്ഷേ ഈ കാക്കേൻ്റെ മേലെ മുഴുവൻ കാക്കപ്പുള്ളിയല്ലേ, അപ്പം നമുക്ക് കാക്കേനെ തിരിച്ചറിയാൻ പറ്റുമോ?
ഈ കുട്ടിക്ക് കാക്കനെ തിരിച്ചറിയാം. അതുകൊണ്ട് ആ കുട്ടീൻ്റെ പേര് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്നാണ്. ഈ ഭട്ടതിരിപ്പാട് 7 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ 72 വയസ്സുള്ള ഉദ്ദണ്ഡ ശാസ്ത്രികളെ വാദപ്രതിവാദത്തിൽ തോൽപ്പിക്കുന്നത്. എന്ത് രസമുള്ള വാദപ്രതിവാദം എന്നറിയോ? ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാക്കശ്ശേരി ഇങ്ങനെ നടന്നു വരും. അപ്പോൾ ഉടനെ ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഈ കുട്ടീനെ നോക്കിയിട്ട് ഏയ് ആകാരോ ഹ്രസ്വ, എന്താ പറയണത്? ആകാരം വളരെ ചെറുതാണ്. ചെറിയ കുട്ടിയാണോ എന്നോട് മത്സരിക്കാൻ വന്നത്? ഉടനെ കുട്ടി എന്ത് പറയും? അല്ല, പിന്നെയോ ആകാരോ ദീർഘ. എന്നുള്ളത് ദീർഘമാണ്. ഏതാണ് ഹ്രസ്വം? എന്നുള്ളത് ഹ്രസ്വമാണ്. എന്നുള്ളത് ദീർഘ പറയും. അതോടുകൂടി ഇയാൾക്ക് അറ്റാക്ക് ഉണ്ടായാണെന്ന് തോന്നി. ഒരടിയല്ലേ കിട്ടിയതില്ലേ? ചെറിയ കുട്ടീനോട് ആകാരം ഹ്രസ്വം എന്ന് പറയുമ്പോൾ കുട്ടി പറയാം അല്ല, ആകാരം എന്നുള്ളത് ദീർഘമാണ്, ആകാരാണ് ഹ്രസ്വം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരങ്ങനെ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഉദ്ദണ്ഡ ശാസ്ത്രികൾ തോറ്റ് തുന്നമ്പാടിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടിയിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഞങ്ങൾ കോഴിക്കോട് രേവതി പട്ടത്താനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്താറുണ്ട്, ഒരു പണ്ഡിത സദസ്സ്. എന്തുകൊണ്ട് ആ ഒരു പദ്ധതി അവിടെ നിന്നുപോയി? എന്തുകൊണ്ട് ഇതുപോലെ ആയിരക്കണക്കിന് കാക്കശ്ശേരിമാരെ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല? നമ്മുടെ കയ്യിൽ അരിയില്ലേ? പാലാമന്ത്രം നമ്മളില്ലേ? പിന്നെ എന്തുകൊണ്ട് അത് മന്ത്രം ചൊല്ലി വെള്ളത്തിലിട്ട് ചോറുണ്ടാക്കി ഗർഭിണിയെ കൊണ്ട് കഴിപ്പിച്ച് നല്ല കുട്ടികളുണ്ടാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? ആ ഒരു വലിയ സമ്പ്രദായം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കണം. അങ്ങനെ മാത്രമേ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ബുദ്ധി മാത്രം പോരാ, ധാർമ്മിക ബുദ്ധിയുള്ള ധർമ്മബോധമുള്ള കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവരണം. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഇതാണ് ഈ ഗർഭാധാന ഈ പുംസവനത്തിൻ്റെ സമയത്ത് ആചാര്യം കൊടുക്കുന്ന ഉപദേശങ്ങൾ. നീ കഴിക്കണ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കുക. നിനക്ക് എന്ത് മാനസികാവസ്ഥയാണോ ഓരോ സമയത്തുള്ളത് ആ മാനസികാവസ്ഥയിലുള്ള കുട്ടി ഉണ്ടായിത്തീരുന്നു പറയാം. 5-ാം മാസത്തിലാണ് ഈ ഗർഭിണിയുടെ മാനസികാവസ്ഥ ഉണ്ടാവണത്, ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ മാനസികാവസ്ഥ ഉണ്ടാവണത്. 5-ാം മാസത്തിൽ ഗർഭിണി എന്ത് കേൾക്കുന്നുവോ എന്ത് കാണുന്നതോ അതൊക്കെ കുട്ടീൻ്റെ സ്വഭാവമായിട്ട് മാറും. മുത്തശ്ശിമാർ പറയാറുണ്ട്, 5-ാം മാസത്തിൽ ഗർഭിണി വീരന്മാരെ കഥ കേട്ടാൽ ഉണ്ടാവുന്ന കുട്ടി ധീരനായിത്തീരുമെന്ന് പറയാം. ഇന്ന് എന്താ സംഭവിക്കണത്? 2-ാം മാസം ഗർഭിണി എന്ന് പറഞ്ഞ ഉടനെ അവിടെ കൊണ്ടുപോയി ആംബുലൻസ് വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്താ പറഞ്ഞത്? അനങ്ങാൻ പാടില്ല എന്ന്. നേരെ നമ്മളെ ചേച്ചി വീട്ടിൽ വരികയും ചെയ്തിട്ട് ഡൈനിങ് ഹാളിൽ നിന്ന് മെല്ലെ കട്ടിൽ പിടിച്ചിട്ട് മെല്ലെ ഡൈനിങ് ഹാളിലേക്ക് ഇടും. ഹേയ്, അതെന്തിനാ കട്ടിൽ ഡൈനിങ് ഹാളിൽ ഇടുന്നത്? ഡൈനിങ് ഹാളിൻ്റെ മൂലയ്ക്കാണ് ആരുള്ളത്? നമ്മളെ പ്രധാനപ്പെട്ട ആൾ. ടി വി എവിടെയല്ലേ ഉള്ളത്? അങ്ങനെ ടി വി അവിടെ നമ്മളെ കയ്യിലോ? റിമോട്ട് എന്ന് പറയരുത്, സർവജ്ഞയന്ത്രം അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ അതുകൊണ്ട് നടക്കുക. അങ്ങനെ സർവജ്ഞയന്ത്രമായിട്ട് ചേച്ചി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ടി വിയിൽ ആദ്യത്തെ സീരിയൽ, എല്ലാ സീരിയലിൻ്റെ ഇതിവൃത്തം ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ഒന്നിൽ സംശയം ഭർത്താവിനായിരിക്കും, മറ്റേതിൽ ഭാര്യയ്ക്കായിരിക്കും. ഒന്ന് ഭർത്താവിന് കാമുക ഉണ്ടാവും, മറ്റേ ഭാര്യയ്ക്ക് കാമുക ഉണ്ടാവും. ഇതൊക്കെ സംഭവമൊക്കെ ഒന്ന് തന്നെ, പേരിൽ മാറ്റം ഉണ്ടാവും, ഒന്ന് കഥാപാത്രങ്ങൾ മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചേച്ചി ഇങ്ങനെ വയറ്റിൽ കുട്ടിയുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക അല്ലേ? ഒക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ഊണ് ഇങ്ങനെ ഉരുട്ടുമ്പോഴാണ് കാണുന്നത് ഒരാൾ ഭർത്താവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നുണ്ട്, കയ്യിൽ കത്തിയൊക്കെ ആയിട്ട് അല്ലേ? ഭാര്യ ഭർത്താവ് ഉറങ്ങണ സമയത്ത് കൈ ഇങ്ങനെ കുത്തി, ഭർത്താവിനെ കുത്തിയോ ഇല്ലയോ എന്നറിയില്ല. 1-ാമത്തെ ഉരുളഗ്ലും അകത്തേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയാലും പരസ്യമായി. അപ്പം അതിന് അടുത്ത ആഴ്ച അത് കാണാൻ പറ്റും. എല്ലാം അടുത്ത ചാനലിലേക്ക് മാറ്റി നോക്കി. എന്തൊക്കെ സാമർത്ഥ്യം എന്നറിയുമ്പോൾ പിള്ളേർക്കില്ലേ, ചേച്ചിമാർക്കൊക്കെ 1 മണിക്കൂറിൽ 13 സീരിയലൊക്കെ കാണും ഇല്ലേ? ഇങ്ങനെ ചാനൽ മാറ്റിയിട്ട് ഇങ്ങനെ പരസ്യമാകുമ്പോൾ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ടൊക്കെ. നമ്മളെ വീട്ടിൽ മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി ഇങ്ങനെയാണ്, വൈകുന്നേരം 6 മണിക്ക് ഇങ്ങനെ ഇരുന്നാൽ 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും നാമജപമൊക്കെ കഴിഞ്ഞ് പിന്നെ മിണ്ടാനൊന്നും പാടില്ല. അങ്ങനെ ഈ 2 കയ്യിൽ 2 റിമോട്ടായിട്ട് ഒരൊറ്റ ഇരിപ്പാണ്. എന്നിട്ട് ഒരു കൈക്ക് മാത്രം സ്വാധീനം അല്ലെങ്കിൽ വെച്ചിട്ടേ അങ്ങനെ 2 ചാനൽ ഇങ്ങനെ മാറ്റി മാറ്റി കാണും. പക്ഷെ ഒരൊറ്റ കുഴപ്പം, വൈകുന്നേരം ഒരു 9 മണിയാകുമ്പോഴേക്ക് ആദ്യത്തെ സീരിയലിലെ നായകനെയും അവസാനത്തെ സീരിയലിലെ നായികനെയും കൂടി വലിയമ്മ കല്യാണം കഴിപ്പിക്കും. പിന്നെ ഇത് എവിടെ പോയി കഥ എന്ന് മനസ്സിലാവില്ല. പിന്നെ എങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും ഇല്ലേ? ഇത് നമ്മളെ അല്ലേ പ്രായമായില്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ഇങ്ങനെ നമ്മളെ ചേച്ചി ഇങ്ങനെ ഓരോരോ മാനസികാവസ്ഥ വരുന്നതിനനുസരിച്ച് ഓരോരോ ഉരുള ഇങ്ങനെ അകത്തേക്ക് പോകും. അകത്തേക്ക് പോകണ എന്താ? ഉരുളിയാണോ? പിന്നെയോ ടെൻഷനല്ലേ? ഈ ടെൻഷനൊക്കെ കുട്ടീനെ ബാധിക്കും. 5-ാം മാസത്തിൽ ഗർഭിണിയുടെ മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ മുദ്രക്കടലാസിൽ എഴുതി തരാം. 13-ാമത്തെ വയസ്സിൽ ജനിക്കണ കുട്ടി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് അത്ര കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. അത്ര കറക്റ്റ് സയൻസ് അത്. കാരണം ഈ വരരുചി എന്ന് പറയുന്ന ആളെ പറ്റി കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് കേട്ടത്? വരരുചിക്ക് 12 കുട്ടികളുണ്ട്.
വായ കീറിയ ഭഗവാൻ ഇല കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കുട്ടീനെ നോക്കാൻ സമ്മതിക്കണില്ല. അറിയാലോ അല്ലേ കഥ? അവസാനത്തെ കുട്ടീനെ പോറ്റാണ്ട് ആഗ്രഹം കൊണ്ട് വായില്ല എന്ന് പറയണതും അത് വായില്ലാക്കുന്നില്ല അപ്പോഴാണ് അറിയാലോ അല്ലേ? അങ്ങനെ ഈ കക്ഷീന് അവസാനം ഭാരതത്തിൽ സർവജ്ഞപീഠം കയറാൻ വേണ്ടി പോവുക വരരുചി. അപ്പോൾ ഭാരതീയ ധർമ്മപീഠം അയാളോട് പറയും കയറാൻ വരട്ടെ. എന്താ ചോദിക്കും. അപ്പോൾ പറയും നിങ്ങൾക്ക് ഈ സർവജ്ഞപീഠം കയറാനുള്ള അവകാശമൊന്നുമില്ല. അതെന്താ ഹേ അങ്ങനെ പറയണത്? അതെ, ഒരു അമ്മയുടെ അവകാശമാണ് കുട്ടിയെ വളർത്തുക എന്നുള്ളത്. അത് നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, അത് നിങ്ങൾ ചെയ്ത് വളരെ മോശമായിപ്പോയി എന്നാണ്. ഇത് ഭാരത ധർമ്മപീഠത്തിന് സംശയം ഉണ്ടായിട്ട് ചോദിക്കുകയല്ല, ഒരു പക്ഷേ നാളെ മറ്റന്നാൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായെങ്കിലോ എന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ചോദ്യം ചോദിക്കുന്നത്. അർജുനന് ഒരൊറ്റ സംശയമില്ല കൃഷ്ണൻ്റെ കാര്യത്തിൽ. പക്ഷേ നാളെ നമ്മൾക്കൊരു സംശയം ഉണ്ടായേക്കാം എന്നുള്ളത് നമ്മളെ സംശയമാണ് അവിടെ ആര് ചോദിക്കുന്നത്? അർജുനൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്ന സ്ഥലത്തൊക്കെ അർജുനൻ്റെ പേര് പാർത്ഥൻ എന്നാണ്. പാർത്ഥൻ എന്ന് പറഞ്ഞാരാ? പൃഥ്വിയുടെ പുത്രൻ. ഇനി ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന ഓരോരുത്തരുടെയും ചോദ്യമാണ് അർജുനൻ അവിടെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പാർത്ഥൻ എന്ന് പറയുന്നത്. പാർത്ഥായ പ്രതിബോധിതാം, പാർത്ഥൻ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കേണ്ടത് നിശ്ചയിക്കാം. അപ്പോൾ വരരുചി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഗർഭകാലത്ത് ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട എല്ലാ സംസ്കാരങ്ങളും ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ജനിക്കുന്ന കുട്ടിയെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആകുലപ്പെടണ്ട. അയാൾ സുപ്രീമായി മാറും, ലോകത്തുള്ള ഏറ്റവും മഹത്തായ കുട്ടിയായി തീരും എന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. അത് ഭാരതത്തിലെ ഋഷീശ്വരന്മാർക്ക് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് അതിൽ ഉറച്ച് വിശ്വസിക്കാം, ഈ കുട്ടി എന്തായി തീരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, അവൻ സുപ്രീമായി തീരും എന്ന് പറയും. അങ്ങനെ ഈ ആചാര്യൻ കൊടുക്കണ ഉപദേശമാണ് നല്ല മനസ്സുണ്ടായിത്തീരണം, നല്ല ഭക്ഷണം കഴിക്കണം, നീ എന്താഹരിക്കുന്നുവോ നീ അതായിത്തീരും. ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ ഭക്ഷണം കഴിക്കരുത്, എന്തൊക്കെ വസ്ത്രം ധരിക്കണം, നേരിയ വെള്ള വസ്ത്രം ധരിക്കണം. കറുത്ത വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് സൂര്യപ്രകാശം കിട്ടില്ല. അത് ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് പലതരത്തിലുള്ള ധാതുവിൻ്റെ കുറവുകൾ ഉണ്ടായേക്കാം. അപ്പം നല്ല വെള്ള വസ്ത്രം ധരിക്കുക, സുതാര്യമായ വസ്ത്രം ധരിക്കുക, അയഞ്ഞ വസ്ത്രം ധരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക, മരണ വീടുകളിൽ പോവാതിരിക്കുക, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ പോവാതിരിക്കുക, കതിന തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്ന സ്ഥലത്ത് പോവാതിരിക്കുക, ആനയുടെ മുമ്പിൽ പോവാതിരിക്കുക, കുതിരയുടെ മുമ്പിൽ പോവാതിരിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക. എവിടെയാണോ ഭാഗവത സപ്താഹം നടക്കുന്നത് അവിടെയൊക്കെ പോയിട്ട് അങ്ങോട്ട് ഇരിക്കുക. അതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ്. ഡോക്ടർമാരുടെ അടുത്തേക്കല്ല പോകേണ്ടത്. എന്ന് മുതലാണോ ഈ മോഡേൺ സയൻസ് ഈ വളരെ സുഖമായി നടക്കുന്ന ഈ പ്രസവത്തിൽ